Hello, good evening all. Good evening, sir. ഓക്കെ, എല്ലാവർക്കും സ്ലൈഡ് കാണാൻ പറ്റുന്നുണ്ടല്ലോ? ഫുൾ സ്ക്രീൻ ആയിട്ട് കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റുന്നില്ലേ? പാർട്ട് എയും പാർട്ട് ബിയും. ഇല്ല സാറേ. ഇല്ല സർ. ഇല്ല, ആർക്കും കാണാൻ പറ്റുന്നില്ല. ക്യാമറയിൽ കൂടെ കാണുന്നതല്ല സാറേ, നമ്മള് അല്ലാതെ സാർ നേരത്തെ അല്ല, ഞാൻ പ്രസന്റ് ചെയ്യണല്ല. പരസ്യം കിടക്കുന്നതിനകത്ത് പരസ്യം ഞാൻ പ്രസന്റ് ചെയ്യണല്ല. നിങ്ങൾ ആ ഒരു സ്ക്രീൻ ഒന്ന് അമർത്തു, അതൊന്ന് ഫുൾ ആക്കി വെക്കൂ. ഞാനിപ്പോ സ്ക്രീൻ ഷെയർ ചെയ്യണല്ല, ഞാൻ ഓൾറെഡി ലാപ്പിന്റെ അകത്ത് OBS സ്റ്റുഡിയോ വഴി റെക്കോർഡ് ചെയ്യാനാണ്. അപ്പോൾ യൂട്യൂബിന്റെ അകത്ത് അപ്ലോഡ് ചെയ്യാനും കൂടിയുള്ള ക്ലാസ് ആണിത്. കാരണം നമുക്ക് ഇഷ്ടംപോലെ പേര് ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിൽ 100 പേർക്ക് ഇപ്പൊ ഇതിന്റെ അകത്ത് ജോയിൻ ആകാൻ പറ്റൂ ലൈവായിട്ട്. അപ്പൊ ഈ ലൈവിന് ശേഷവും റെക്കോർഡഡ് പ്രൊവിഷൻ നമ്മൾ യൂട്യൂബിന്റെ അകത്ത് അപ്ലോഡ് ആക്കി വെക്കുന്നുണ്ട്. എക്സാമിന്റെ ടൈമിൽ ഒന്നുകൂടെ കേൾക്കണം എന്നുണ്ടെങ്കിൽ ആ യൂട്യൂബിന്റെ ഒരു പ്രൊവിഷനിലൂടെ കേൾക്കാൻ വേണ്ടി OBS സ്റ്റുഡിയോ വഴി നമ്മൾ റെക്കോർഡ് ചെയ്യുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻ ഫുൾ ആക്കി വെക്കാനുള്ള ഒരു ഇതുണ്ട് നിങ്ങളുടെ ഫോണില്. കണ്ടു സാറേ, കണ്ടു. അപ്പൊ 2022 അഡ്മിഷൻ എടുത്ത കുട്ടികൾക്ക് വന്ന ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഞാനിപ്പോ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, വോയിസ് ഒക്കെ ക്ലിയർ അല്ലേ? ഓക്കെ, എല്ലാവരും മൈക്ക് ഒന്ന് ഓഫ് ചെയ്ത് വെക്കൂ. ശ്രുതിയുടെ മൈക്ക് ഓൺ ആണ്. ഓക്കെ, അപ്പൊ 2022 വിദ്യാർത്ഥികൾ അവർക്ക് ടോർട്ടിലോയിൽ വന്ന ക്വസ്റ്റ്യൻ പേപ്പർ ആണ്, MG യൂണിവേഴ്സിറ്റിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പാർട്ട് എ, പാർട്ട് ബി, പാർട്ട് സി, ഇങ്ങനെ 3 പാർട്ട് ഉണ്ട്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പെട്ടെന്ന് പറയാം. പാർട്ട് എയില് 6 ക്വസ്റ്റ്യൻ ഉണ്ടാകും, അതിൽ 5 എണ്ണം അറ്റൻഡ് ചെയ്യണം. പാർട്ട് ബിയിൽ 4 ക്വസ്റ്റ്യൻ ഉണ്ടാകും, 3 എണ്ണം നിർബന്ധമായിട്ടും അറ്റൻഡ് ചെയ്യണം. ഇനി പാർട്ട് സി ആണെങ്കിലോ 3 ക്വസ്റ്റ്യൻ ഉണ്ടാകും, അതിൻ്റെ അകത്ത് 2 എണ്ണം നിർബന്ധമായിട്ട് അറ്റൻഡ് ചെയ്യണം. ഇങ്ങനെയാണ് പാർട്ട് എ, പാർട്ട് ബി, പാർട്ട് സി. ഇങ്ങനെ മൊത്തം 75 സാറേ ഓഡിയോ കട്ടായി കേട്ടോ. നെറ്റ് കണക്ഷൻ ചെറുതായിട്ട് പോയതാണ്. ഇപ്പൊ കേൾക്കാൻ പറ്റുന്നുണ്ടോ? അതെ, അങ്ങനെ പാർട്ട് എ, പാർട്ട് ബി, പാർട്ട് സി, ഇങ്ങനെ 3 പാർട്ടിലായിട്ടാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നത്. മാക്സിമം കിട്ടുന്ന മാർക്ക് 75 ആണ്. ബാക്കി 25 മാർക്ക് ഇന്റേണൽസിനായിരിക്കും കിട്ടുന്നത്. അപ്പൊ ഇന്റേണലിന് ഒരു കുട്ടി 25 മാർക്ക് വാങ്ങി എന്ന് വിചാരിക്കാം. എങ്കിൽ ആ കുട്ടിക്ക് എക്സ്റ്റേണൽ പാസ്സാവാൻ ഇനി എത്ര മാർക്ക് മതി? 30 എക്സാമിന് ഒരു കുട്ടിക്ക് മൊത്തം 50 മാർക്കല്ലേ വേണ്ടത്. അപ്പൊ ഇന്റേണലിൽ ഒരു കുട്ടിക്ക് 25 കിട്ടിയാൽ എക്സ്റ്റേണലിന് എത്ര വേണം പാസ്സാകാൻ? 30 മാർക്ക് മിനിമം വേണം. 30 മാർക്ക് എന്തായാലും വേണം. അങ്ങനെ ആരെങ്കിലും തെറ്റിദ്ധരിച്ച് വെച്ചിട്ടുണ്ട് ഇന്റേണൽ എക്സാമിന് 25 ഉള്ളത് കൊണ്ട് എക്സ്റ്റേണൽ 25 മതി എന്ന തെറ്റിദ്ധാരണ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ദയവേത് അത്തരം തെറ്റിദ്ധാരണകൾ മാറ്റുക. ഇന്റേണലിന് 25 ഉണ്ടെങ്കിലും 24 ഉണ്ടെങ്കിലും 23 ഉണ്ടെങ്കിലും എക്സ്റ്റേണലിന് മിനിമം 30 മാർക്ക് വാങ്ങിച്ചിരിക്കണം. 30 മാർക്ക് ഉണ്ടെങ്കിലേ നിങ്ങൾ എക്സാം ക്വാളിഫൈഡ് ആകൂ. അത്യാവശ്യം നല്ല റാങ്ക് ഒക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരു ലോ പേപ്പറിന് ഒരു 45+ മാർക്ക് നിങ്ങൾക്ക് വാങ്ങിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഒരു ഗുഡ് മാർക്കാണ്. 45ന്റെ മുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ നല്ലൊരു റാങ്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന മാർക്കാണ്. 45 എക്സ്റ്റേണലിലും ഇന്റേണലിന് 25 കിട്ടുന്ന ഒരു കുട്ടിക്ക് എത്ര മാർക്ക് ഉണ്ടാവും? ടോട്ടൽ 70 മാർക്കോളം ഉണ്ടാവും. 70ന്റെ മുകളിലോട്ട് വന്നാൽ റാങ്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ റാങ്ക് ഓറിയന്റഡ് ആയിട്ട് പഠിക്കുന്ന ആൾക്കാർ മനസ്സിലാക്കുക, ഒരു 45ന്റെ മുകളിലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? ചുരുങ്ങിയത് സ്കോർ ചെയ്യണം. ഞാൻ ബേസിക് റാങ്ക് ആണ് പറയുന്നത്. ഫസ്റ്റ് സെക്കൻഡിലോട്ടൊക്കെ എത്തണം എന്നുണ്ടെങ്കിൽ ഒരു 50+ എത്താൻ നോക്കണം. പക്ഷെ വെറുതെ 50 മാർക്കൊന്നും യൂണിവേഴ്സിറ്റി ഇട്ട് തരില്ല. അത്ര എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ മാത്രമേ 50 മാർക്ക് ഇട്ട് തരൂ എക്സ്റ്റേണൽ പേപ്പറിൽ. അപ്പൊ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ പാർട്ട് എ, പാർട്ട് ബി, പാർട്ട് സി, 3 പാർട്ട് ഉണ്ടാകും. അതിൻ്റെ അകത്ത് പാർട്ട് എ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പാർട്ട് എയില് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കണ്ടില്ലേ? നിങ്ങൾ അറ്റ്ലീസ്റ്റ് പാർട്ട് എ എഴുതുമ്പോൾ ഒരു പേജ് അല്ലെങ്കിൽ 1.5 പേജ് മിനിമം ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക. എത്ര പേജ്? മിനിമം ഒരു 1.5 പേജ് എങ്കിലും ഇൻക്ലൂഡ് ആക്കാൻ നോക്കുക. ഒരു 1.5 പേജ് ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു കേസ് ലോ കൂടെ അതിന്റെ കൂട്ടത്തിൽ ആഡ് ഓൺ ചെയ്താൽ ബെറ്റർ ആയിരിക്കും. ആ പേപ്പറിന് അത്യാവശ്യം ഒരു 2.5 to 3 മാർക്ക് വരെയും ടീച്ചർ ഇട്ട് കൊടുക്കും. ഒരു പാർട്ട് എ എഴുതുമ്പോൾ ഒരു 1.5 പേജും അതിന്റെ അകത്ത് ഒരു കേസ് ലോ കൂടെ ഇൻക്ലൂഡഡ് ആയാൽ നല്ല മനോഹരമായ പേജാണത്. അതിന് പിന്നെ കുറച്ചധികം മോഡിഫിക്കേഷന്റെ ആവശ്യമില്ല. ഒരു 1.5 പേജ് നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ബെറ്റർ. 2ന്റെ അടുത്ത് എഴുതിയാൽ മതി, 2ന്റെ മുകളിലോട്ട് എഴുതണം എന്നില്ല.
പക്ഷെ അതിൻ്റെ അകത്ത് എന്ത് വേണം? ഒരു കേസ് ലോ നിർബന്ധമായിട്ടും വരണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒരു പൂർണ്ണമായ മാർക്ക് അവിടെ സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പാർട്ട് എയുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. മാൽഫിസൻസ്, മിസ്ഫിസൻസ്, നോൺ ഫിസൻസ്. എന്താണ് മാൽഫിസൻസ്, എന്താണ് മിസ്ഫിസൻസ്, എന്താണ് നോൺ ഫിസൻസ്? അതെ, മാൽഫിസൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരുടെയോ മൈക്കോൺ ആണ്. രാഘവൻ ചേട്ടന്റെ മൈക്കോൺ ആണ്. മാൽഫിസൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചെയ്യാൻ പാടില്ലാത്ത കാര്യം ചെയ്യുന്നതിനെയാണ് മാൽഫിസൻസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം ചെയ്യുന്നതിനെ എന്തെന്ന് പറയും? മാൽഫിസൻസ് എന്ന് വിളിക്കും. ഡൂയിങ് എനിത്തിങ് വിച്ച് ഇസ് നോട്ട് ലീഗൽ, ലീഗൽ അല്ലാത്ത ഒരു കാര്യം ചെയ്യുക, അതിനെയാണ് മാൽഫിസൻസ് എന്ന് വിളിക്കുക. അപ്പോൾ നിയമപരമായി അനുവദിക്കപ്പെടാത്ത ഒരു കാര്യം ചെയ്യുന്നതിനെ മാൽഫിസൻസ് എന്ന് വിളിക്കും. എന്താണ് മിസ്ഫിസൻസ്? മിസ്ഫിസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമപരമായി അനുവദിക്കപ്പെട്ട ഒരു കാര്യം അനുവദിക്കപ്പെടാത്ത മാനറിലൂടെ ചെയ്യുക, അതിനെ മിസ്ഫിസൻസ് എന്ന് വിളിക്കും. ഉദാഹരണത്തിന് എന്ത് ചെയ്യാൻ പാടില്ല? മറ്റൊരാളെ ഡിഫെയിം ചെയ്യാൻ പാടില്ല. ഒരാൾ മറ്റൊരാളെ ഡിഫെയിം ചെയ്താൽ അതെന്താണ്? അത് മാൽഫിസൻസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് കേസ് ലോ ആയിട്ട് ഡിഫമേഷന്റെ ഒരു കേസ് എഴുതാം, അല്ലെങ്കിൽ ലിബലിന്റെ ഒരു കേസ് എഴുതാം, അല്ലെങ്കിൽ ഒരു സ്ലാൻഡറിന്റെ കേസ് എഴുതാം, അല്ലെങ്കിൽ ഒരു ഇനുവെന്റോ. നിങ്ങൾ ഇഷ്ടംപോലെ ടോർഷ്യസ് ആക്ട് പഠിച്ചിട്ടുണ്ട്, പല സ്പെസിഫിക് നെയിമുള്ള ടോർട്ട്. ഏതൊക്കെ ടോർട്ട് ചെയ്താലും അതൊക്കെ മാൽഫിസൻസ് ആണ്, ചെയ്യാൻ അനുവദിക്കപ്പെടാത്ത കാര്യങ്ങളാണ്. അത് ചെയ്താൽ മാൽഫിസൻസ് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഇനി മിസ്ഫിസൻസ്, ഇവിടെ 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. 3നും സെപ്പറേറ്റ് കേസ് ലോ എഴുതാനുള്ള ടൈം നിങ്ങൾക്ക് ഉണ്ടാവില്ല. ഏതെങ്കിലും ഒരു കേസ് ലോ എഴുതിയിട്ട് ബാക്കി ഇല്ലസ്ട്രേഷൻ എഴുതിയാലും മതിയാവുന്നതാണ്. രണ്ടാമത്തത് മിസ്ഫിസൻസ്. എന്താണ്? ചെയ്യാൻ അനുവദിക്കപ്പെട്ട കാര്യം തെറ്റായ മാനറിലൂടെ ചെയ്യുക. കാർ ഓടിക്കാൻ എല്ലാവർക്കും പെർമിറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്, പക്ഷെ കള്ളു കുടിച്ച് കാർ ഓടിക്കുക അത് പറ്റില്ല. അപ്പൊ അനുവദിക്കപ്പെട്ട കാര്യം തെറ്റായ മാനറിലൂടെ ചെയ്യുന്നതിനെ മിസ്ഫിസൻസ് എന്ന് വിളിക്കും. മൂന്നാമത്തത് നോൺ ഫിസൻസ്. എന്താണ് നോൺ ഫിസൻസ്? ചെയ്യാൻ ഒബ്ലിഗേറ്റഡ് ആയിട്ടുള്ള ഒരാള് ചെയ്യാൻ, ഇത് ഏത് മൊഡ്യൂളിലുള്ളതാ? ഇത് 4th മൊഡ്യൂളിലുള്ളതാണിത്. സാർ ഒരു കാര്യം ചോദിച്ചോട്ടെ, നമ്മൾ ഈ കേസ് ലോസ് എഴുതിയ ഇല്ലസ്ട്രേഷൻസ് എന്ന് പറഞ്ഞല്ലേ, ഇല്ലസ്ട്രേഷൻസ് നമ്മളിപ്പോ മനസ്സിലാക്കിയ രീതിയിൽ സ്വന്തമായിട്ട് എഴുതാൻ പറ്റത്തില്ലേ? മാർക്ക് കിട്ടും. ഫൈൻ. അപ്പൊ നമ്മൾ എല്ലാ ഷോർട്ട് ക്വസ്റ്റ്യൻസിനും ഒരു ഇല്ലസ്ട്രേഷൻ എഴുതണം. കേസ് ലോ അറിയില്ലെങ്കിൽ ഇല്ലസ്ട്രേഷൻ എങ്കിലും എഴുതണം. ഈവൻ ഇഫ് നമുക്ക് കേസ് ലോ അറിയാമെങ്കിൽ കേസ് ലോ എഴുതേണ്ട ആവശ്യമുള്ളൂ. പക്ഷെ നിങ്ങളുടെ റൈറ്റിംഗ് ഇച്ചിരി സ്പീഡാണ്, പെട്ടെന്ന് എഴുതി തീർക്കാൻ പറ്റി നിങ്ങൾക്ക്. ഒരു 5 മിനിറ്റ് കൊണ്ട് നിങ്ങൾ കേസ് ലോയും എക്സ്പ്ലനേഷനും. ഫോർ എക്സാമ്പിൾ നമുക്ക് കേസ് ലോ ഓർമ്മയേ ഇല്ല, കേസ് ലോ ഓർമ്മയെ കിട്ടുന്നില്ല. നമ്മളൊരു ഇല്ലസ്ട്രേഷൻ എഴുതി വെച്ച് അതിന്റെ ഡെഫിനേഷൻസും കറക്റ്റ് ആയിട്ട് എഴുതി, നമുക്ക് അത്യാവശ്യം മാർക്ക് കിട്ടും. ഡെഫിനിഷൻ മാത്രം എഴുതരുത്, നിങ്ങളുടേതായ രീതിയിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യണം. എക്സ്പ്ലെയിൻ ചെയ്ത് ഒരു കേസ് ലോ എഴുതി അത് ചെറിയ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 1.5 പേജ് 2 പേജിന്റെ അടുത്തുണ്ടെങ്കിൽ ഒരു ഫുൾ മാർക്ക് ഏകദേശം കിട്ടും. അല്ല, കേസിലോ അറിയില്ല നമുക്ക്. ഇപ്പൊ ഒരു കേസിലോ എഴുതാൻ അതിന്റെ ഓർമ്മ കിട്ടുന്നില്ല. അതിന്റെ കേസിലോ എക്സാമ്പിൾ എഴുതിയാൽ മതി, ഇല്ലസ്ട്രേഷൻ എഴുതിയാൽ മതി. അപ്പൊ അതിന്റേതായ മൈന്യൂട്ട് ഡിഫറൻസ് ഉണ്ടാകും. കേസ് എഴുതുമ്പോൾ കിട്ടുന്ന മാർക്ക് ഇല്ലസ്ട്രേഷൻ മാത്രം എഴുതിയാൽ കിട്ടണം എന്നില്ല. ആ ഒരു ചേഞ്ച് അവിടെ വരും. അല്ല, മലീഷ്യസ് പ്രോസിക്യൂഷൻ വേറെ കാര്യമാണ്. അനാവശ്യമായി നിയമപരമായി അല്ലാതെ ഒരു കാരണവും ഇല്ലാതെ പ്രോസിക്യൂട്ട് ചെയ്യുക, കേസ് കൊടുക്കുക, അതാണ് മെലീഷ്യസ് പ്രോസിക്യൂഷൻ. ഇത് വേറൊരു ടോപ്പിക്കാണ്. ഞാനിപ്പോ ട്യൂഷനിലുള്ളവരാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന എല്ലാ ടോപ്പിക്കും ട്യൂഷന്റെ നോട്ടിന്റെ അകത്തുള്ളതാണ്. ഞാൻ വേണമെങ്കിൽ പേജ് നമ്പർ ഉൾപ്പെടെ പറഞ്ഞുതരാം. ഈ മാൽഫിസൻസ്, മിസ്ഫിസൻസ്, നോൺ ഫിസൻസ് എന്നുള്ളത് ഞാൻ അയച്ചെന്ന നോട്ടില് മൊഡ്യൂൾ നമ്പർ 4 നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിച്ചു പോയതാണ്. ഏകദേശം ഒരു അവസാനത്തുനിന്ന് ബാക്കിൽ നിന്ന് എടുത്താൽ ബാക്കിൽ നിന്ന് ഒരു 3 പേജ് മറിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. 3 or 2 പേജ് മറിച്ചാൽ ഈ ടോപ്പിക്ക് കാണാൻ പറ്റും. മാൽഫിസൻസ്, മിസ്ഫിസൻസ്, നോൺ ഫിസൻസ്. ഓക്കെ, അപ്പൊ അതാണ് ഒന്നാമത്തെ ഷോർട്ട് ആൻസർ. നോൺ ഫിസൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നിയമപരമായി ഒരാൾ ഒരു കാര്യം ചെയ്യാൻ ഒബ്ലിഗേറ്റഡ് ആണ്. അങ്ങനെ ഒബ്ലിഗേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം ഒരാൾ ചെയ്യാതിരിക്കുക. പോലീസുകാരന്റെ ഡ്യൂട്ടിയാണ് എന്തെങ്കിലും ഒഫൻസ് ഉണ്ടാകുമ്പോൾ ആളുകളെ സംരക്ഷിക്കുക എന്നുള്ളത്. അപ്പൊ സംരക്ഷിക്കേണ്ട സ്ഥലത്ത് അദ്ദേഹം തന്റെ ഡ്യൂട്ടി ചെയ്യാതിരിക്കുക. ഫെയിലിയർ ടു ഡു സംതിങ് വിച്ച് ഹി ഈസ് ഒബ്ലിഗേറ്റഡ് ടു ഡു. ചെയ്യേണ്ട കാര്യം ചെയ്യുന്നതിൽ വീഴ്ച വരുത്തുന്നതിനെയാണ് നോൺ ഫിസൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ 3 കാര്യങ്ങളാണ് ഒന്നാമത്തെ ഷോർട്ട് ആൻസർ ആയി ചോദിച്ചിട്ടുള്ളത്. 3 കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്താൽ അപ്പൊ തന്നെ നിങ്ങൾക്ക് ഒരു 2 മാർക്കിന്റെ അടുക്ക് അവിടെ കിട്ടും. അതിന്റെ അകത്തൊരു കേസ് ലോ കൂടെ മെൻഷൻ ചെയ്തിട്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്താൽ ഫുൾ മാർക്ക് അവിടെ ആയി. അപ്പൊ അടിപൊളിയായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഒന്നാമത്തത്. അത് നമ്മൾ വിശദീകരിച്ചു.
ഇത് നമ്മുടെ നോട്ടിന്റെ അകത്തുള്ളതാണ്, ക്ലാസ്സിൽ പഠിപ്പിച്ചതാണ്. 4th മൊഡ്യൂളിലെ ലാസ്റ്റ് മലീഷ്യസ് പ്രോസിക്യൂഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. അതിന്റെ തൊട്ട് മുന്നേയുള്ള ടോപ്പിക്കായിട്ട് ഈ ഒരു ടോപ്പിക്ക് കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തത് ഇനവിറ്റബിൾ ആക്സിഡന്റ്. എന്താണ് ഇനവിറ്റബിൾ ആക്സിഡന്റ്? ഈ ഒരു ടോപ്പിക്ക് ചോദിച്ചാൽ നിങ്ങൾ ആദ്യം എഴുതുന്നത് ടോർട്ട് എന്താണെന്ന് ചുരുക്കി എഴുതുക. ടോർട്ട് എന്താണെന്ന് എഴുതിയിട്ട് ജനറലി ഒരാൾ ടോർഷ്യസ് ആയിട്ടുള്ള ഒരു ആക്ട് ചെയ്താൽ ലയബിൾ ആകുന്നതാണ് നോർമൽ സിനാരിയോ. പക്ഷേ ചില സാഹചര്യങ്ങളുടെ പുറത്താണ് ഒരാൾ ടോർഷ്യസ് ആയിട്ടുള്ള ആക്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ലയബിലിറ്റിയിൽ നിന്നും എസ്കേപ്പ് ചെയ്യാൻ സാധിക്കും. ആ സിറ്റുവേഷൻസിനെയാണ്, ആ സിനാരിയോസിനെയാണ്, ആ സാഹചര്യങ്ങളെയാണ് ജനറൽ എക്സെപ്ഷൻ എന്ന് പറയുന്നത്. ഈ ജനറൽ എക്സെപ്ഷന്റെ അകത്ത്, ജനറൽ ഡിഫൻസുകളുടെ അകത്ത് മൂന്നാമതായി പഠിച്ച ഡിഫൻസ് ആണ് ഇനവിറ്റബിൾ ആക്സിഡന്റ്. ഒന്നാമത്തെ ഡിഫൻസ് ഏതായിരുന്നു? ഞാൻ പറഞ്ഞുതരാം. നമ്മളെ ട്യൂഷന്റെ അകത്ത് വോളന്റി നോട്ട് ഫിറ്റ് ഇഞ്ചുറിയാണ് ഒന്നാമത്തത്. ട്യൂഷന്റെ നോട്ടില് രണ്ടാമത്തെ മൊഡ്യൂളിന്റെ 4ാമത്തെ പേജിലാണ് തുടങ്ങുന്നത്. ഒരു 5ഓ 6ഓ പേജ് എടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ഈ ഒരു ടോപ്പിക് കാണാൻ പറ്റും. ഇതിന് 2ഓ 1ഓ ഒരു കേസിലോ ഞാൻ അവിടെ കൊടുത്തിട്ടുമുണ്ട്. ഒന്നാമത്തത് വോളന്റി നോട്ട് ഫിറ്റ് ഇഞ്ചുറിയാണ്. രണ്ടാമത്തത് ഏതായിരുന്നു? Plaintiff the wrongdoer. പ്ലെയിന്റിഫ് ദി റോങ് ഡൂവർ. ഓക്കെ. മൂന്നാമത്തത് ഏതായിരുന്നു? ഇന്നവിറ്റബിൾ ആക്സിഡന്റ്. വിസ്മേജർ കഴിഞ്ഞിട്ടായിരുന്നില്ലേ ഇനവിറ്റബിൾ ആക്സിഡന്റ്? അതറിയില്ല സാർ, ഞാൻ ടെക്സ്റ്റ് ചെയ്യാം. ആക്ട് ഓഫ് കോഡ് വിസ്മേജർ അത് കഴിഞ്ഞിട്ട് ഇനവിറ്റബിൾ. ഓർഡർ തെറ്റിയാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനവിറ്റബിൾ ആക്സിഡന്റ്. അതെ. അപ്പൊ 4ാമത്തതാണ് ഇനവിറ്റബിൾ ആക്സിഡന്റ്. യെസ്, ഒഴിച്ചുകൂടാൻ പറ്റാത്ത അപകടങ്ങൾ. അതിൽ നമ്മളൊരു കേസ് ലോ പഠിച്ചിട്ടുണ്ട്. ഏതാണ് ആ കേസ്? സ്റ്റാൻലി വെസ് പവൽ. സ്റ്റാൻലി വേഴ്സസ് പോവലിന്റെ കേസ് നമ്മളവിടെ പഠിച്ചിട്ടുണ്ട്. കൃത്യമായി ക്ലാസിന്റെ അകത്ത് എക്സ്പ്ലെയിൻ ചെയ്തതാണ് സ്റ്റാൻലി വേഴ്സസ് പോവലിന്റെ കേസ്. ആ കേസ് ഉൾപ്പെടെ ഈ ഒരു കാര്യം ഇൻട്രൊഡക്ഷൻ ഉൾപ്പെടെ നിങ്ങൾ എഴുതിയാൽ മാർക്കായി 2.5 മാർക്ക് ചുരുങ്ങിയത് കിട്ടും. ചിലപ്പോൾ 3 മാർക്ക് തന്നെ ഇട്ട് തരും. ഞാൻ 3 പറയാത്ത എന്താണെന്ന് അറിയാവോ? എനിക്ക് വേണമെങ്കിൽ ഇപ്പൊ നിങ്ങൾ 3 പറഞ്ഞ് പറ്റിക്കാം. പക്ഷെ അതൊരു പറ്റിക്കലായി പോകും. കാരണം യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്ന ടീച്ചേഴ്സ് തന്നെ പറഞ്ഞിട്ടുണ്ട്, എത്ര അടിപൊളി പേപ്പർ ആണെങ്കിലും 2.5 കൊടുക്കാൻ പറ്റുമെന്ന്. പിന്നെ അത്ര അധികം 2 കേസൊക്കെ എഴുതിയിട്ടുണ്ട്. ചിലപ്പോൾ ഒരു കേസ് എഴുതിയാൽ തന്നെ ചില ടീച്ചേഴ്സ് ചിലപ്പോൾ 3 ഇട്ട് കൊടുക്കും. അപ്പൊ അതുകൊണ്ട് ഞാൻ 3 പറയുന്നില്ല. പക്ഷെ ചിലപ്പോൾ കിട്ടുമായിരിക്കാം. ഞാൻ ചുരുങ്ങിയത് ഒരു 2.5 മാർക്ക് വെച്ചിട്ടേ പറയുന്നുള്ളൂ. അത് 3 കിട്ടാത്തത് കൊണ്ടല്ല. മിക്കവരും ചിലപ്പോൾ തരും, ചിലപ്പോൾ തരാത്തവരും ഉണ്ടാകാം. അപ്പൊ അതുകൊണ്ട് ഞാൻ മിനിമം വെച്ചാണ് ഇപ്പൊ കണക്ക് കൂട്ടുന്നത്. കാരണം നമ്മൾ പഠിക്കുമ്പോൾ മിനിമം വെച്ച് നോക്കണം. മാക്സിമം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു 60 മാർക്കൊക്കെ അങ്ങ് കിട്ടുമെന്ന് വിചാരിക്കും. അത്രയൊന്നും കിട്ടില്ല. സാറേ, ഈ ഷോർട്ട് ക്വസ്റ്റ്യൻസിനെ ഇപ്പൊ നമ്മൾ ഫോർ എക്സാമ്പിൾ ഇന്നവിറ്റബിൾ ആക്സിഡന്റ് നമുക്ക് വേറൊരു നൈട്രോഗ്ലിസറിൻ കേസ് ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ 2-3 കേസ് ലോസ് അങ്ങ് എഴുതുവാന്ന് വെച്ചു. അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്തു 3 കേസ് എഴുതി കഴിഞ്ഞാൽ ഫുൾ മാർക്ക് ഇട്ടും. 3 മാർക്ക് ആ കേസ് ലോസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തേക്കണം. നമ്മൾ ജസ്റ്റ് ആ പേര് മാത്രമേ മെൻഷൻ ചെയ്തിട്ടുള്ളെങ്കിലോ? പേര് മാത്രം മെൻഷൻ ചെയ്തിട്ട് തൊട്ട് താഴെ കോടതി ഈ കേസിന്റെ അകത്ത് ഈ ഒരു ആപ്ലിക്കേഷൻ നടത്തി, ഈ ഒരു സംഭവം അപ്ലൈ ചെയ്തു, ഡിഫൻസ് കൊടുത്തു, അതും കൂടി എഴുതിയാൽ മതി. ഒരു വരിയല്ലേ എടുക്കൂ. അത്ര എഴുതി കഴിഞ്ഞാൽ. പക്ഷെ 3 എഴുതാനുള്ള ടൈം ഞാൻ പറയണേക്ക് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എഴുതാം. പക്ഷെ അപകടം പറ്റരുത്. 7 മിനിറ്റ് 7.5 മിനിറ്റ് കൂടുതൽ ഒരു ഷോർട്ട് ആൻസർ വെച്ചിരിക്കരുത്. കാരണം അങ്ങനെ നിങ്ങൾ ചെയ്താൽ ലാസ്റ്റ് നിങ്ങൾക്ക് എസ് എഴുതാനുള്ള ടൈം ഉണ്ടാവില്ല. അവിടെ നിങ്ങൾക്ക് എസ് കുറെ മാർക്ക് കുറയും. അപ്പൊ മനോഹരമാക്കാം, ബട്ട് ഇറ്റ് ഇസ് ലിമിറ്റഡ്. ലിമിറ്റ് ചെയ്യണം എന്ന് പറയുന്നത് നമുക്കൊരു 7 മിനിറ്റ് 7.5 മിനിറ്റ് ആണ് അലൗട്ടഡ് ആയിട്ടുള്ളത്. ഞാൻ എൻ്റെ ഒരു കാൽക്കുലേഷനാണ് ഞാൻ ഈ ടൈം പറഞ്ഞു തന്നത്. നിങ്ങൾക്ക് അത് ചേഞ്ച് ചെയ്യാം നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച്. എങ്ങനെ പോയാലും ചുരുങ്ങിയത് ഒരു 7 മിനിറ്റ് കൊണ്ടെങ്കിലും എന്ത് ചെയ്യുക, ഒരു ഷോർട്ട് ആൻസർ തീർക്കാൻ നോക്കുക. അടുത്തത് നോവസ് ആക്ടസ് ഇന്റർവീനിയൻസ്. ക്ലാസ്സിൽ പഠിപ്പിച്ചതാണ്. മൊഡ്യൂൾ നമ്പർ 3 ടോപ്പിക് നമ്പർ 3. ഒന്നാമത്തത് റെമഡീസ് പഠിപ്പിച്ചു, രണ്ടാമത്തത് റിമോട്ട്നെസ് ഓഫ് ഡാമേജ് പഠിപ്പിച്ചു. അതിനുശേഷം പഠിപ്പിച്ച മാക്സിമം ആണ് നോവസ് ആക്ടസ് ഇന്റർവീനിയൻസ്. ഓക്കെ, നിങ്ങൾ പറയൂ, എന്താണ് ഈ നോവസ് ആക്ടസ് ഇന്റർവീനിയൻസ്? ന്യൂ ഇന്റർവീനിങ് ആക്ട്. വെരി ഗുഡ്. ന്യൂ ഇന്റർവീനിങ് ആക്ട്. അതായത് ഒരു വ്യക്തി ഒരു തെറ്റായ പ്രവൃത്തി ചെയ്തു, അതിന്റെ കോൺസിക്വൻസസ് ഉണ്ടാകുന്നതിന് മുന്നേ ഒരു തേർഡ് പേഴ്സന്റെ ഏതെങ്കിലും ഇന്റർവൈനിങ് ആക്ട് ഉണ്ടായാൽ ആ തെറ്റ് ചെയ്ത ആളാണോ ലയബിൾ ആകുന്നത്, അതോ ഈ ഇടയിൽ വന്ന ആളാണോ? ഉദാഹരണത്തിന് ഞാനൊരു ട്രക്ക് ഓടിച്ചു പോവുകയായിരുന്നു. ട്രക്ക് ടാങ്കർ ലോറിയാണ്, ടാങ്കർ മറിഞ്ഞു. അത് കത്ത് പിടിക്കേണ്ടതാണ്. അവിടെ കത്ത് പിടിക്കുന്നതിന് മുന്നേ ഒരു തേർഡ് പേഴ്സൺ വന്ന് അവിടെ കത്ത് ഇട്ടു. അപ്പോ ശരിക്കും ടാങ്കർ മറിച്ച ഞാൻ ലയബിൾ ആകണോ, അല്ലെങ്കിൽ ഈ ഞാനാണ് ഒരു ഇഞ്ചുറി ഉണ്ടാക്കിയത്, അതിന്റെ ഡാമേജസ് അല്ലെങ്കിൽ അതിന്റെ ഒരു കോൺസിക്വൻസസ് ഉണ്ടാകുന്നതിന് മുന്നേ ഒരു തേർഡ് പേഴ്സന്റെ ഇന്റർവൈനിങ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ തേർഡ് പേഴ്സൺ ലയബിൾ ആയാൽ മതിയോ, അല്ലെങ്കിൽ ഞാൻ തന്നെ ലയബിൾ ആകണോ എന്നതാണ് അതിൽ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്. ആ ടോപ്പിക്കിൽ പറയുന്നുണ്ട് തേർഡ് പേഴ്സൺ വന്നിട്ടുണ്ടെങ്കിൽ തേർഡ് പേഴ്സൺ ആണ് ലയബിൾ ആകുന്നത്. പക്ഷെ അതിന് കുറച്ച് എക്സെപ്ഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു കേസ് ലോയും പഠിച്ചിട്ടുണ്ട്. ആ കേസ് ലോ റിപ്പീറ്റഡ് ആയിട്ട് പ്രോബ്ലം ചോദിക്കുന്ന കേസാണ്. ആ കേസിന്റെ പേരെന്തായിരുന്നു?
ഒന്നുകൂടെ ക്യൂബ് കേസ് ആണ്. മറ്റേ ബൾബ് അത് തന്നെ കേസ് ഫാക്ട് അത് തന്നെയാണ്. കേസിന്റെ പേരെന്തായിരുന്നു? ഷെപ്പേർഡ് ജോൺ ഷെപ്പേർഡ് സ്കിപ്പ് കേസ് എന്നാണ് പഠിച്ചിരിക്കുന്നത്. സ്കിപ്പ് കേസ് എന്ന് അറിയപ്പെടുന്നതാണ്. അതിന്റെ എക്സാക്ട് നിയമമുണ്ട്. സ്കോട്ട് എന്നാണ്ടോ അല്ലേ പേര്? സ്കോട്ട് ഷെപ്പേർഡ് എന്നും കൂടെ ഉണ്ട് അതിന്റെ ഇടയ്ക്ക് പേര്. ഷെപ്പേർഡ് ഉണ്ട്. അത് എക്സാക്ട് ആയിട്ട് നോക്കുക. അപ്പൊ ആ ഒരു കേസും ആ എക്സെപ്ഷനും ഈ മാക്സിമം എക്സ്പ്ലെയിൻ ചെയ്താൽ ഫുൾ മാർക്കായി. അടുത്ത നോക്കിക്കേ, കോൺട്രിബ്യൂട്ടറി നെഗ്ലിജൻസ്. ഇപ്പൊ 3 ഈ ആദ്യത്തെ 3 അടിപൊളി ക്വസ്റ്റ്യൻ അല്ലേ? ഈ ആദ്യത്തെ 3 വന്നാൽ നിങ്ങൾ തകർക്കൂലേ? 3 അടിപൊളിയായിട്ട് എഴുതൂലേ? എല്ലാവരും ഉത്തരം പറയും. അതായത് ക്ലാസ്സിൽ പഠിച്ചവരുണ്ടാകാം, പഠിക്കാത്തവരുണ്ടാകാം. എന്നിരുന്നാലും ഇതിൽ ട്യൂഷൻ അറ്റൻഡ് ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. നിങ്ങൾ അറ്റൻഡ് ചെയ്ത ആളുകൾ പറയും. ഇതെല്ലാം ക്ലാസ്സിൽ പഠിപ്പിച്ച കാര്യങ്ങൾ തന്നെയല്ലേ? അതെ. ഇനി 4ാമത്തെ ഒരു ടോപ്പിക് കോൺട്രിബ്യൂട്ടറി നെഗ്ലിജൻസ്. ഇതും പഠിപ്പിച്ചതാണ്. 4ാമത്തെ മൊഡ്യൂളിൽ നെഗ്ലിജൻസ് എന്ന് പറഞ്ഞ ടോപ്പിക്, നെഗ്ലിജൻസിന്റെ 4 എലമെന്റ്സ് 2 തിയറിയൊക്കെ പഠിപ്പിച്ചതിന് ശേഷം നെഗ്ലിജൻസ് ഉണ്ടായി കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് പാർട്ടിക്ക് ഡിഫൻസ് എടുക്കാൻ പറ്റും. 3 ഡിഫൻസ് ഉണ്ട്. ആ 3 ഡിഫൻസ് ഏതൊക്കെയായിരുന്നു? ഒരാൾ നെഗ്ലിജൻസ് ചെയ്തു എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് പാർട്ടി അഗ്രീവ്ഡ് പാർട്ടി പരാതി ആർക്കെതിരെയാണോ, ഡിഫൻഡന്റ് ആരാണോ, ഈ ഡിഫൻഡന്റിന് 3 ഡിഫൻസ് എടുക്കാൻ പറ്റും. അതിൽ 1ാമത്തെ ഡിഫൻസ് ആണ് ഏത്? അതായത് ശ്രീകുമാരേട്ടൻ എന്റെ ദേഹത്ത് എന്ത് ചെയ്തു? ഒരു നെഗ്ലിജൻസിലൂടെ ഒരു അപകടം വരുത്തി വെച്ചു എന്ന് പരാതി ഞാൻ ശ്രീകുമാരേട്ടന് എതിരെ ഫയൽ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ശ്രീകുമാരേട്ടൻ ഓവർ സ്പീഡിൽ വന്ന് എന്നെ ഇടിച്ചു എന്ന് ഫയൽ ചെയ്യുമ്പോൾ ശ്രീകുമാരേട്ടനായിട്ടുള്ള ഈ ഡിഫൻഡന്റിന് താങ്കൾക്ക് എടുക്കാൻ പറ്റുന്ന ഡിഫൻസുകളിൽ 1ാമത്തെ ഡിഫൻസ് ആണ് കോൺട്രിബ്യൂട്ടറി നെഗ്ലിജൻസ്. ഞാൻ സ്പീഡിൽ വന്നത് ഓക്കെ, പക്ഷെ കമർ വന്നപ്പോ ഫോൺ ഉപയോഗിച്ചാണ് കാർ ഓടിച്ചു വന്നത്. കമറിന്റെ ഭാഗത്തും തെറ്റുണ്ട്. കോൺട്രിബ്യൂട്ടറി ആണ് നെഗ്ലിജൻസ്. എന്റെ ഭാഗത്ത് മാത്രമല്ല, ഓപ്പോസിറ്റ് ആളുടെ ഭാഗത്തും തെറ്റുണ്ട്. അപ്പൊ അതൊരു ഡിഫൻസ് ആണ്. ഇതിന് നമ്മൾ 2 കേസിലോ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട്. 2 കേസും എഴുതണം. ഇതിന് ശേഷം ഒരു റൂള് വന്നിട്ടുണ്ട്, അതുകൂടെ നിങ്ങൾ എഴുതണം. നെഗ്ലിജൻസിന്റെ കീഴിൽ വരുന്ന ഒരു കൺസെപ്റ്റ് ആണിത്. ഡിഫൻസുകളാണ്. ഡിഫൻഡന്റ് യെസ്, റൈറ്റ് ആൻസർ. ലാസ്റ്റ് ഓപ്പർച്യൂണിറ്റി റൂൾ. വെരി ഗുഡ്, റൈറ്റ് ആൻസർ. അതെ. അപ്പോ ലാസ്റ്റ് ഓപ്പർച്യൂണിറ്റി റൂൾ എന്ന് പറഞ്ഞ റൂള് പിന്നീട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ റൂള് പ്രകാരം ലാസ്റ്റ് ഓപ്പർച്യൂണിറ്റി ഉണ്ടാവുകയും അത് ഫെയിലിയർ വരുത്തുകയും ചെയ്ത ആൾക്കാണ് ലയബിലിറ്റി കിട്ടുന്നത്. അതിന്റെ കേസും നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഇത്രയും നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ 10 മിനിറ്റ് കൂടുതലായി പോകും. അതുകൊണ്ട് നെഗ്ലിജൻസ് ചെറുതായിട്ട് ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. അന്നേരം ഡിഫൻസ് എടുക്കാൻ പറ്റുന്ന ഡിഫൻസുകളിൽ 3 ഡിഫൻസ് ഉണ്ട്. ഇനവിറ്റബിൾ ആക്സിഡന്റ്, ആക്ട് ഓഫ് ഗോഡ്, കോൺട്രിബ്യൂട്ടറി നെഗ്ലിജൻസ്. അതിലൊരു ഡിഫൻസ് ആണ് ഈ ഡിഫൻസ് എന്ന് എഴുതുക. ഇത് എക്സ്പ്ലെയിൻ ചെയ്യുക. ഇതിന് ശേഷം ഒരു റൂൾ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടെന്ന് എഴുതുക. ഒരു കേസിലോ എഴുതുക. പെട്ടെന്ന് നിർത്തുക. 4 കേസും വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പൊ 3, 3, 3 12 മാർക്കിനുള്ളതായി. 12 മാർക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്ത കുട്ടികൾ, അല്ലെങ്കിൽ ഇത് പഠിച്ച കുട്ടികൾ. ഞാനിപ്പോ ജനറൽ ആയിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്ത ഒരു ഇതായിട്ട് പറയണല്ല, കാരണം ഇത് ഞാൻ പഠിപ്പിച്ച അതേ ടോപ്പിക് തന്നെ ആയതുകൊണ്ട് ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയണാണ്. 12 മാർക്ക് 11 മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്തിരിക്കണം ഇതിന്റെ അകത്ത്, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 10 മാർക്കെങ്കിലും ചുരുങ്ങിയത്. അടുത്ത കോൺട്രിബ്യൂട്ടറി നെഗ്ലിജൻസ് നമ്മൾ ഈ ലാസ്റ്റ് ഓപ്പർച്യൂണിറ്റി റൂൾ അതിന്റെ കൂടെ എഴുതണം. കാരണം എഴുതിയില്ലെങ്കിൽ കുഴപ്പമില്ല. കോൺട്രിബ്യൂട്ടറി നെഗ്ലിജൻസ് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുമ്പോൾ നിങ്ങൾ അതും അതിലൊരു കേസിലോ എഴുതി കഴിഞ്ഞാൽ 2-2.5 മാർക്കൊക്കെ ഓൾമോസ്റ്റ് കിട്ടണം. പക്ഷേ അതിനുശേഷം ഒരു റൂള് വന്നിട്ടുണ്ട് എന്ന കാര്യം കൂടി മെൻഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ കുറച്ചുകൂടി ഇംപ്രസ് ചെയ്യണം ടീച്ചറിനെ. കുറച്ചധികം കാലികമായി അറിവുള്ള കുട്ടിയാണെന്ന് നിങ്ങൾ തെളിയിക്കണതാണ്. അപ്പൊ ഫുൾ മാർക്കും കിട്ടും. അവിടെ കേസുകൾ ഇഷ്ടംപോലെ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. ആ റൂൾ എഴുതിയെങ്കിൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. അടുത്തത് ലിക്വിഡേറ്റഡ് ആൻഡ് അൺലിക്വിഡേറ്റഡ് ഡാമേജസ്. എന്താണ് ലിക്വിഡേറ്റഡ് ഡാമേജസ്? ലിക്വിഡേറ്റഡ് കോൺട്രാക്റ്റിൽ വരുന്നത് പ്രീ ഡിറ്റർമൈൻഡ് കോൺട്രാക്റ്റിലൊക്കെയാണ് ഓൾറെഡി ലിക്വിഡേറ്റഡ് ഡാമേജസ് വരുന്നത്. എക്സാമ്പിൾ ആണ് കോൺട്രാക്ട്. പ്രീ ലിക്വിഡേറ്റഡ് അതായത് പാർട്ടീസ് തന്നെ പറഞ്ഞിട്ടുണ്ടാവും. അതായത് കോമ്പൻസേഷൻ. ഇത് നമ്മൾ കോൺട്രാക്ട് വേഴ്സസ് ടോർട്ട് പഠിക്കുന്ന സമയത്ത് പഠിച്ചു പോയിട്ടുണ്ട്. അതായത് സ്ലൈഡ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ? സ്ലൈഡ് കാണാൻ പറ്റുന്നില്ല. സ്ലൈഡ് പോയോ? ഇപ്പൊ പോയതാണോ? തുടക്കം മുതലേ കാണുന്നില്ല. ബാക്കിയുള്ളവർക്കോ? കാണാൻ പറ്റും സർ. കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ. കാണുന്നില്ല. ഇല്ല. ഒരു സെക്കൻഡ് സാറേ, അത് സ്വൈപ്പ് ചെയ്യും സാറേ. സൈഡിലെ സ്വൈപ്പ് ചെയ്യുമ്പം ഓരോരുത്തരെ കാണുന്നില്ലേ? അതില് ഒരു പോർഷനിൽ ഇത് കാണാൻ പറ്റും. അതുകൊണ്ട് അതില് ഹോൾഡ് ചെയ്യുക. അപ്പൊ ഫുൾ സ്ക്രീൻ എന്ന് പറയും. ഫുൾ സ്ക്രീനും കൊടുത്താൽ മതി. അതെ. ഇപ്പൊ ഇതിന്റെ അകത്ത് ഒരുപാട് പേരുണ്ട് ക്ലാസ്സിലെ. അപ്പൊ നിങ്ങളൊന്ന് സ്വൈപ്പ് ചെയ്ത് വരുമ്പോഴത്തേക്കും അഭിനിഷോ എന്ന് പറഞ്ഞാൽ ഞാൻ ലാപ്പിന്റെ അകത്താണ് ഇത് പ്രസന്റ് ചെയ്യുന്നത്. അപ്പൊ ലാപ്പിന്റെ അക്കൗണ്ട് കാണാൻ പറ്റും. അഭിനിഷോ ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾക്ക് ഫുൾ സ്ക്രീൻ ആയി കിട്ടും.
ഓക്കെ, ക്ലിയർ ആയോ? ഫുൾ സ്ക്രീൻ കിട്ടി, പക്ഷെ എംബ്ലം മാത്രമേ ഉള്ളൂ. അത് നമുക്ക് സൂം ചെയ്യാൻ പറ്റും, ജസ്റ്റ് ഒന്ന്. ചേട്ടൻ ഒന്ന് ലീവ് ചെയ്തിട്ട് ഒന്നുകൂടെ ഒന്നും കയറി വരുന്നില്ല. നോക്കൂ. ഒന്നും വരുന്നില്ല, എംബ്ലം മാത്രമേ ഉള്ളൂ. ഒരു കാര്യം ചെയ്യാം, ആ ക്വസ്റ്റ്യൻ പേപ്പർ ഞാനിപ്പോ ഗ്രൂപ്പിലോട്ട് അയച്ചു തരാം. ഗ്രൂപ്പിൽ ഇട്ടാ മതി. ഞാൻ ഈ ക്ലാസ്സിന് ശേഷം യൂട്യൂബിന്റെ ലിങ്കും കൂടെ ഇടുന്നുണ്ട്. അപ്പൊ യൂട്യൂബിന്റെ ലിങ്കിലൂടെയും സാറേ നിങ്ങൾക്ക് കാണാൻ പറ്റും. സാറാണെങ്കിലേ ഫുൾ സ്ക്രീൻ ആക്കിയത് അഭിനീഷ് എന്ന് പറഞ്ഞ സാർ ഇപ്പൊ സംസാരിക്കുന്ന സ്ക്രീൻ, അതല്ലാതെ വേറെ ഒരെണ്ണം കൂടെ ഉണ്ട്. അതെ, ഞാനൊരു കാര്യം ചെയ്യാം, അത് പിൻ ചെയ്ത് വെക്കാം. എനിക്ക് ഇതിന്റെ ടെക്നിക്കൽ വശം മനസ്സിലാവും. ഇപ്പൊ ശരിയായോ? ഒരു കാര്യം ചെയ്യാം, ഞാനിപ്പോ ഗ്രൂപ്പിലോട്ട് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഒന്നുകൂടെ കാണാം. ഞാൻ ഇപ്പൊ ടോപ്പിക് പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ. ഒന്നുകൂടെ കാണണമെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, അവിടെ നിന്ന് എടുത്താണെങ്കിലും കണ്ടാൽ മതി. ഞാനിപ്പോ ക്വസ്റ്റ്യൻ പേപ്പർ ഓൾറെഡി എന്റെ കയ്യിലുള്ള 1-2 ഗ്രൂപ്പിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളവർ തൽക്കാലം ഒന്ന് നോക്കാം, നമുക്ക് ടൈം കളയണ്ട. റെക്കോർഡ് ചെയ്യുകയാണത്. ഓക്കെ. ലിക്വിഡേറ്റഡ് ആൻഡ് അൺലിക്വിഡേറ്റഡ് ഡാമേജസ്. ലിക്വിഡേറ്റഡ് മീൻസ് പ്രീ ഫിക്സ്ഡ്, പാർട്ടീസ് തന്നെ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. മോണിറ്ററി കോമ്പൻസേഷൻ, ഒരാൾ വീഴ്ച വരുത്തിയാൽ മറ്റേ എന്ത് കൊടുക്കണം എന്നുള്ളത്. കൂടുതലും കോൺട്രാക്ടിന്റെ അകത്തായിരിക്കും ഡാമേജസ് ലിക്വിഡേറ്റഡ് ആയിട്ട് വരുന്നത്. അൺലിക്വിഡേറ്റഡ് ഡാമേജസ് എന്ന് വെച്ചാൽ എന്താ, കോടതി ആയിരിക്കും ഫിക്സ് ചെയ്യുന്നത് എത്ര മോണിറ്ററി കോമ്പൻസേഷൻ കൊടുക്കണം എന്നുള്ളത്. അപ്പൊ ഇതിന് മുന്നേ ഇൻട്രൊഡക്ഷൻ എഴുതണം. ഒരു ടോർഷ്യസ് ആയിട്ടുള്ള ആക്ട് ചെയ്താൽ അഗ്രീവ്ഡ് പാർട്ടിക്ക് എന്ത് ചെയ്യും, കോടതി റെമഡീസ് പ്രൊവൈഡ് ചെയ്യും. അപ്പൊ റെമഡി ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 2. ഏതൊക്കെ 2 ടൈപ്പ് റെമഡി നമ്മൾ പഠിച്ചിട്ടുണ്ട്, മൊഡ്യൂൾ നമ്പർ 3 പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് 2 ടൈപ്പ് റെമഡി? ഒന്ന് ജുഡീഷ്യൽ റെമഡി, എക്സ്ട്രാ ജുഡീഷ്യൽ റെമഡി ഉണ്ട്. ജുഡീഷ്യൽ റെമഡി ഫർദർ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 3. ഏതൊക്കെയാണ്? ഡാമേജസ് അല്ല, ഡാമേജസ് എസ് വേണം. ഡാമേജസ്, ഇൻജങ്ഷൻ, സ്പെസിഫിക് റെസ്റ്റിറ്റ്യൂഷൻ ഓഫ് പ്രോപ്പർട്ടി. അതെ. അപ്പൊ അതിന്റെ അകത്ത് ഡാമേജസിന്റെ പല ക്ലാസിഫിക്കേഷന്റെ അകത്ത് വരുന്ന ഒരു ക്ലാസിഫിക്കേഷൻ ആണ് ഇത് മെൻഷൻ ചെയ്യുക. 5 ക്വസ്റ്റ്യൻ ആയി, 5 എഴുതിയാൽ നിങ്ങൾക്ക് മാർക്കായി. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് അത്ര സാറ്റിസ്ഫൈഡ് അല്ല. 6ാമത്തെ നോക്കിക്കോ, നോൺ ഫോൾട്ട് ലയബിലിറ്റി അണ്ടർ MV ആക്ട്. അതും നമ്മൾ പഠിച്ചതാണ്. മൊഡ്യൂൾ നമ്പർ 6ന്റെ അകത്ത് 5 സെക്ഷൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഏതൊക്കെയായിരുന്നു സെക്ഷൻസ്? 140, 141, 142, 143, 144. അങ്ങനെ 5 സെക്ഷൻസിന്റെ അകത്തായിട്ട് നോൺ ഫോൾട്ട് ലയബിലിറ്റി എന്ന് പറഞ്ഞ കൺസെപ്റ്റ് എന്താണെന്നും, അതിന്റെ അകത്തുള്ള പെർമനന്റ് ഇഞ്ചുറി എന്ന വാക്കിന്റെ ഡെഫിനിഷൻ എന്താണെന്നും, എത്ര രൂപ കോമ്പൻസേഷൻ കൊടുക്കണമെന്നും, റീസെന്റ് ആയിട്ടുള്ള ചേഞ്ച് എന്താണെന്നും, അത് എത്ര രൂപയാക്കിയിട്ടുണ്ടെന്നും, എന്താണ് MV ആക്ട്, ഇതിന്റെ ഇൻട്രൊഡക്ഷൻ ആയിട്ട് MV ആക്ടിനെ പറ്റി ചുരുക്കി എഴുതണം. MV ആക്ട് എന്താണ്, അതിന്റെ സാലിയൻ ഫീച്ചേഴ്സിൽ ഒരു ഫീച്ചറാണ് നോൺ ഫോൾട്ട് ലയബിലിറ്റി എന്നുള്ളത്. അതിന്റെ സെക്ഷൻസ് ഇതൊക്കെയാണ് മെയിൻ കാര്യങ്ങൾ. ഇതൊക്കെയാണ് പേയ്മെന്റിന്റെ എമൗണ്ട്. ഇത് ഫോൾട്ട് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കൊടുക്കേണ്ടി വരും എന്നുള്ള കൺസെപ്റ്റ് ആണ്. ഇത്ര രൂപയാണ് എന്ന കാര്യങ്ങളും കൂടി നിങ്ങൾ മെൻഷൻ ചെയ്താൽ, പിന്നെ കേസിലും അവിടെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു 5-6 കേസ് പഠിപ്പിച്ചിട്ടുണ്ട് നോൺ ഫോൾട്ട് ലയബിലിറ്റിയുടെ. ഏതെങ്കിലും ഒരു കേസും കൂടി നിങ്ങൾ എഴുതിയാൽ പക്ക A പാർട്ട് നിങ്ങൾ കവർഡ് ആയി. ഇപ്പൊ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടും? ആ ലിക്വിഡേറ്റഡ് ആൻഡ് അൺലിക്വിഡേറ്റഡ് ഡാമേജസ് അല്ലേ, അത് സാർ ഏത് മൊഡ്യൂളിൽ പഠിപ്പിച്ചത്? അത് ഇൻക്ലൂഡ് ചെയ്യണോ അവിടെ? നമ്മൾ? അത് ഇൻട്രൊഡക്ഷൻ എഴുതുമ്പോ ആദ്യത്തെ 2 വരിയിൽ അത് എഴുതിയാൽ മതി. ജുഡീഷ്യൽ ആൻഡ് എക്സ്ട്രാ ജുഡീഷ്യൽ റെമഡീസ് ഉണ്ട്. അതിൽ ജുഡീഷ്യൽ റെമഡീസിന്റെ അകത്താണ് ഡാമേജസ്. ഇൻട്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ അത് പക്ക സാറ്റിസ്ഫാക്ടറി ഇൻട്രൊഡക്ഷൻ ആയിരിക്കും. ഇത്ര അധികം ഡീപ്പിലി നിങ്ങൾ പോയില്ലെങ്കിലും ജുഡീഷ്യൽ റെമഡീസ് എന്ന് പറയുന്ന റെമഡീസിന്റെ അകത്ത് വരുന്ന ഒരു ക്ലാസിഫിക്കേഷനിലെ ഒരു ക്ലാസിഫിക്കേഷനാണ് ഡാമേജസ്. അതിന്റെ അകത്ത് വരുന്ന ഒരുപാട് സബ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. നോമിനൽ, എക്സംപ്ലറി, അതിന്റെ അകത്ത് വരുന്ന ഒരു ക്ലാസിഫിക്കേഷൻ ആണ് ലിക്വിഡേറ്റഡ് ആൻഡ് അൺലിക്വിഡേറ്റഡ് എന്നുള്ളത്. അങ്ങനെ എഴുതിയാൽ മതി. ഓക്കെ. അപ്പൊ നിങ്ങൾ ഈ 6 ടോപ്പിക്കിൽ നിങ്ങൾ ഒരു 5 എണ്ണം എഴുതി. ഇപ്പൊ ഇത്രയും നേരം പറഞ്ഞു വെച്ചിട്ട് നിങ്ങൾക്ക് കേസ് ലോസ് എല്ലാം നിങ്ങൾക്ക് അറിയാം, പഠിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഒരു എത്ര മാർക്ക് കിട്ടണം? ഒരു 2.5 മാർക്ക് വെച്ച് നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിച്ചു. ചിലതിന് 3 തന്നെ കിട്ടും. 2.5 കിട്ടിയാൽ പോലും നിങ്ങൾക്ക് എത്ര മാർക്കായി? അത്യാവശ്യം നന്നായിട്ട് ക്ലാസ് കേട്ട് നോട്ടൊക്കെ ഉപയോഗിച്ച് പഠിച്ചു പോയ കുട്ടിക്ക്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നോട്ട് മാത്രം നോക്കി പഠിക്കരുത്, അങ്ങനെ പ്രൊമോട്ട് ചെയ്യില്ല. അത് ഞാൻ പ്രൊമോട്ട് ചെയ്യാത്തത്. പക്ഷെ നിങ്ങൾക്ക് നോട്ടിന്റെ അകത്ത് തന്നെ ഈ കേസ് ലോസ് എല്ലാം വന്നു കഴിഞ്ഞതുമാണ്. കേസും ഈ കൺസെപ്റ്റ് എല്ലാം നോട്ടിന്റെ അകത്ത് ക്ലിയർ ചെയ്തതാണ്. ഞാൻ അങ്ങനെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കലും ഒരു ടീച്ചർ പറയാൻ പാടില്ല താൻ നൽകുന്ന നോട്ട് മാത്രം പഠിക്കണം എന്നുള്ളത്. അത് ഞാൻ തരുന്നത് ഇനി ഒരു ടെക്സ്റ്റിന്റെ കുമ്പാരമാണെങ്കിലും ഞാൻ പറയില്ല അത് മാത്രം പഠിച്ചാൽ മതി. കാരണം നോളജ് ഇസ് നോട്ട് ലിമിറ്റഡ് ടു എനി എക്സ്റ്റെന്റ്.
ഈ അറിവ് എന്നുള്ളത് ഒരു പരിധിയിൽ നിൽക്കേണ്ടതല്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു സ്ഥലത്ത് നിന്ന് ഇത്ര നോളജ് കിട്ടിയാൽ അത് മാത്രമേ ഞാൻ പഠിക്കൂ, സാറ് എന്ന നോട്ടിൽ ഇത്രേ ഉള്ളൂ, അതുകൊണ്ട് ലോകത്തുള്ളതെല്ലാം ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു എന്ന് വിചാരിച്ച് നിങ്ങൾ ഇരിക്കരുത്. അതിനെ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യില്ല. നിങ്ങൾ ഏത് സെമ്മ് പഠിക്കുന്ന സമയത്താണെങ്കിലും ഒരിക്കലും നോട്ട് മാത്രം നോക്കിയാൽ മതി എന്ന് പറയില്ല. പക്ഷെ നിങ്ങൾക്ക് ഇപ്പൊ നോട്ട് മാത്രം നോക്കിയ കുട്ടിക്ക് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും ഒരു ആവറേജ് അബോ ആവറേജിന്റെ മുകളിലോട്ട് അത്യാവശ്യം ഇത്രയും കാര്യങ്ങൾ എഴുതിയാൽ തന്നെ നല്ല മാർക്ക് കിട്ടും. ഈ കണ്ടന്റ് എല്ലാം നമ്മുടെ നോട്ടിൽ വന്നു പോയതാണ്, ഈ കണ്ടന്റ് എല്ലാം നമ്മുടെ ക്ലാസ്സിൽ പഠിപ്പിച്ചു പോയതാണ്. എന്നാലും ഞാൻ പറയും ഇത് മാത്രം നോക്കരുത്. അതെന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമിന്റെ മാർക്കിന് വേണ്ടിയല്ല, നിങ്ങൾക്കൊരു നോളജ് ഉണ്ടാകണം, ആ സബ്ജക്ട് നോളജ്. നിങ്ങൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ എക്സാമിന് വേണ്ടി പഠിക്കണമല്ല, നിങ്ങൾക്ക് ആ ഒരു സബ്ജക്റ്റിനെ പറ്റി അറിവുണ്ടാകണം, കുറച്ചുകൂടെ നിങ്ങളുടെ നോളജ് ഇലാബറേറ്റഡ് ആകണം, വൈഡ് ആകണം, കുറച്ചുകൂടെ കോംപ്രഹെൻസീവ് ആകണം. ആ ഒരു പർപ്പസിന് വേണ്ടിയാണ് ഒരിക്കലും നോട്ട് മാത്രം ലിമിറ്റ് ചെയ്യരുത് എന്ന് പറയുന്നത്. എന്നിരുന്നാലും നോട്ട് മാത്രം നോക്കിയാലും നിങ്ങൾക്ക് അത്യാവശ്യം നല്ല മാർക്ക് കിട്ടും. അത് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാർട്ട് എ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു 5 or 2.5 മാർക്ക് വെച്ച് സ്കോർ ചെയ്താൽ നിങ്ങൾക്ക് ടോട്ടൽ ഒരു 12.5 മാർക്ക് അല്ലെങ്കിൽ ഒരു 13 മാർക്ക് നിങ്ങൾക്ക് ഇവിടെ സ്കോർ ചെയ്യാം. ഇനി നിങ്ങൾക്ക് പാസ്സാവാൻ വെറും 17 മാർക്ക് മതി. ഇനി പാർട്ട് ബിയിലേക്ക് പോകാം. സ്ക്രീൻ ഇപ്പൊ ഇഷ്യൂ ഒന്നും ഇല്ലല്ലോ, കാരണം ഞാൻ ലാപ്പിൽ ഓൺ ആക്കിയിട്ട് ഇപ്പുറത്തെ റൂമിൽ നിന്നാണ് സെഷൻ എടുക്കുന്നത്. നിങ്ങൾക്ക് ശ്രീകുമാറേട്ടാ സ്ക്രീൻ ഓക്കെ അല്ലേ? ഓക്കെ. പാർട്ട് ബി കാണുന്നുണ്ടല്ലോ. പാർട്ട് ബിയില് ഒന്നാമത്തെ പാർട്ട്, ഈ കേസ് ഞാൻ വായിക്കാം, നിങ്ങൾ തന്നെ ഉത്തരം പറയണം കേട്ടോ. മിസ്റ്റർ എ വാസ് അൺലോഫുള്ളി റെസ്ട്രെയിൻഡ് ബൈ ബി ഫ്രം casting his vote in parliamentary election. Although the candidate to whom Mr. A wanted to vote won the election, yet does A have any remedy under law of tort? അതായത് എ എന്ന് പറഞ്ഞ വ്യക്തിയെ അനധികൃതമായി എന്ത് ചെയ്തു, ബി എന്ന് പറഞ്ഞ വ്യക്തി വോട്ട് ചെയ്യാൻ സമ്മതിക്കാതെ തടഞ്ഞു വെച്ചു. എ വോട്ട് ചെയ്യണമെന്ന് വിചാരിച്ച വ്യക്തി ഇലക്ഷനിൽ ജയിച്ചു. എന്നിരുന്നാൽ തന്നെയും എ എന്ന് പറയുന്ന വ്യക്തിക്ക് എന്തെങ്കിലും വയലേഷൻ ഉണ്ടായിട്ടുണ്ടോ, എ എന്ന വ്യക്തി ഇവിടെ സക്സീഡ് ആകുമോ, എന്താണ് ഇവിടെ സംഭവിച്ചത് എന്നാണ് ക്വസ്റ്റ്യൻ. ഏത് കേസാണിത്? ഇൻജൂറിയസ് ആൻഡ് ഡാം. ഇൻജൂറിയസ് ആൻഡ് ഡാമിന് അപ്ലൈ ചെയ്യപ്പെടുന്ന കേസാണ്. ആ കേസിന്റെ പേരെന്തായിരുന്നു? ആഷ്ബി വേഴ്സസ് വൈറ്റ് ആൻഡ് ആഷ്ബി വേഴ്സസ് വൈറ്റ്. ദാറ്റ് ഇസ് ദി എക്സാക്ട് റൈറ്റ് ആൻസർ. ഭീം സിംഗ് ഈ കൺസെപ്റ്റിനെ പറ്റി പറയുന്ന മറ്റൊരു കേസാണെന്നേ ഉള്ളൂ. ഇതിന്റെ സിമിലർ കേസ് ആഷ്ബി വേഴ്സസ് വൈറ്റ്. അതെ അതെ, എഴുതാം നിങ്ങൾക്ക് അതിന്റെ കൂട്ടത്തില്. പക്ഷെ ഇതിന്റെ ഡയറക്റ്റ് സിമിലർ കേസ് ഏതാണ്? ആഷ്ബി വേഴ്സസ് വൈറ്റ് ആണ്. ആഷ്ബി വേഴ്സസ് വൈറ്റ് എന്ന് പറഞ്ഞ കേസിലാണ് ഇതേ സിമിലർ ഫാക്ട് നടന്നത്. ഇത് അത്യാവശ്യം നന്നായിട്ട് പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യണം എന്നുള്ള സെഷൻ പിന്നീട് ഒരു ദിവസം എടുക്കും, ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് നാളെയോ മറ്റന്നാളെയോ ആയിട്ട് ഒരു ദിവസം എടുക്കും. അത് ഇതുപോലെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്ത് തരാം. അപ്പൊ അതിൻ്റെ അകത്ത് നമുക്ക് അതിന്റെ മെത്തേഡ്സും കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാം. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ അത്യാവശ്യം ആഷ്ബി വേഴ്സസ് വൈറ്റ് ആണെന്ന് മനസ്സിലായി, ഇൻജൂറിയസ് ആൻഡ് ഡാമിനമാണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത് മനസ്സിലായി. അതുകൊണ്ട് എ സക്സീഡ് ആകുമോ? എക്ക് എന്തെങ്കിലും കോമ്പൻസേഷൻ കിട്ടുമോ? ഉറപ്പായിട്ടും കിട്ടും. ലീഗൽ റൈറ്റ് വയലേഷൻ ഉണ്ടായതുകൊണ്ട്. അപ്പൊ 10 മാർക്കിൽ നിങ്ങൾ ഇത് നന്നായിട്ട് എഴുതി കഴിഞ്ഞാൽ ഫുൾ മാർക്കൊന്നും കിട്ടില്ല, ഒരു 8 മാർക്ക് മാക്സിമം, അല്ലെങ്കിൽ ഒരു 8.5 മാർക്ക്. നിങ്ങൾ അത്യാവശ്യം നന്നായിട്ട് കേസൊക്കെ വെച്ച് എഴുതിയത് കൊണ്ട് ഒരു 7.5 മാർക്ക് തന്നെന്ന് വിചാരിക്കാം. ടീച്ചർ എത്ര തന്നു? ഒരു 7.5 മാർക്ക്. പോട്ടെ, വിട്ടേക്ക്, 7.5 കൂട്ടണ്ട, ഒരു 7 മാർക്ക് കിട്ടിയെന്ന് വിചാരിക്കാം. അപ്പൊ 7 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നേരത്തെ 13 മാർക്കും 27, നിങ്ങൾ 20 മാർക്ക് വാങ്ങിച്ചു. ഇനി എത്ര മതി പാസ്സാവാൻ? വെറും 10 മാർക്ക് മതി. ഇത് നമ്മുടെ നോട്ടിന്റെ അകത്ത് 1ാമത്തെ മൊഡ്യൂളില് 4ാമത്തെ പേജോ 5ാമത്തെ പേജിലോ ഈ കേസ് ഉണ്ട്, ഓൾറെഡി പഠിപ്പിച്ചു പോയതാണ്. റെഗുലറിലും പഠിപ്പിച്ചതാണ്, ക്രാഷിലും പഠിപ്പിച്ചതാണ്. അടുത്തത്, മിസ്റ്റർ എർ ആർ ലീവ്സ് എ bullock cart unattended in a street. A child of 7 years of age, while playing in the street, throws a stick towards the cart. Due to the same, the cart starts running, causing grave danger to one woman and some children in the street. Mr. S, a passer by, on seeing the same, manages to stop the bullock cart, but in doing so, himself suffers serious personal injuries. കേട്ടിട്ടുണ്ടോ ഈ കേസ്? പഠിപ്പിച്ചതാണ്. ഓർമ്മയുണ്ടോ? ഒരു പോലീസുകാരുണ്ട്. റെസ്ക്യൂ കേസ്. റെസ്ക്യൂ കേസ്. ഏത് ടോപ്പിക്കിന്റെ അണ്ടറിലാണ് നമ്മളിത് പഠിച്ചത്? വോളണ്ടറി നോട്ട് ഫിറ്റ് ഇൻജൂറിയ. പ്രൈവറ്റ് ഡിഫൻസിന്റെ അകത്ത് വരുന്ന വോളണ്ടറി നോട്ട് ഫിറ്റ് ഇൻജൂറിയ ഇവിടെ അപ്ലൈ ആകുമെന്നാണോ പഠിച്ചത്? അപ്ലൈ ആകില്ല എന്നാണോ? അപ്ലൈ ആകില്ല എന്നാ പഠിച്ചത്. കാരണം എന്താണ്? ഇവിടെ വോളണ്ടറി നോട്ട് ഫിറ്റ് ഇൻജൂറിയുടെ എക്സെപ്ഷനിൽ 1ാമത്തെ എക്സെപ്ഷൻ റെസ്ക്യൂ കേസ്. അപ്പൊ ഇവിടെ ഈ വ്യക്തി മുമ്പോട്ട് ചെന്ന് ചാടി, ഒരു മൃഗം ഇങ്ങനെ കടന്നാക്രമിച്ചു വന്നുകൊണ്ടിരിക്കണേണ്. അപ്പൊ ഈ വ്യക്തി മുമ്പിൽ ചെന്ന് ചാടി നിന്ന് റെസ്ക്യൂ ചെയ്യാനാണ്. അപ്പോ ഈവൻ ദോ ആ വ്യക്തി ഇടിച്ചിട്ടു. അപ്പൊ ഈ വ്യക്തി ഡിഫൻഡന്റ് പറയുന്നത് അത് അദ്ദേഹം സ്വന്തം വന്നിട്ട് ഇഞ്ചുറി ഉണ്ടാക്കിയതാണ്. വോളണ്ടറി അദ്ദേഹം എന്ത് ചെയ്തതാണ്?
അത് സഫർ ചെയ്ത് കയറി വന്നതാണ്, അതുകൊണ്ട് ലയബിലിറ്റി എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷെ കോടതി എന്ത് പറഞ്ഞു? ഇവിടെ വോളണ്ടറി നോട്ട് ഫിറ്റ് ഇഞ്ചുറി അപ്ലൈ ആകില്ല, റെസ്ക്യൂ കേസിൽ അപ്ലൈ ആകില്ല എന്ന് കോടതി പറഞ്ഞു. ഒരു കേസ് നമ്മൾ പഠിച്ചു. ആ കേസിന്റെ പേര് എന്താ? ഇതിന്റെ സിമിലർ കേസ് പെട്ടെന്ന് പറയൂ. മൊഡ്യൂൾ 2 പേജ് നമ്പർ 5 അല്ലെങ്കിൽ 6. ഹാൾ വേഴ്സസ് ബ്രൂക്ക്ലാൻഡ് ആണോ? ഹാൾ വേഴ്സസ് ബ്രൂക്ക്ലാൻഡ് അല്ല, അത് അത് റേസിംഗ് ക്ലബിന്റെ കേസാണ്. ഈ മോറിസ് വേഴ്സസ് ഏതായിരുന്നു? അതുമല്ല. അതുമല്ല. മോറിസ് വേഴ്സസ് ആ അതാണോ? എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. നോട്ട് ആരെങ്കിലും തുറന്നു വെച്ചിട്ടുണ്ടോ സെക്കൻഡ് മൊഡ്യൂള്? സാർ എന്തിന്റെ കുറിച്ച് കേട്ടില്ല. മൊഡ്യൂൾ 2 ഞാൻ എടുക്കാം. ഞാനിപ്പോ സ്ക്രീൻ ഷെയർ ചെയ്യാം, ഒരു സെക്കൻഡ്. ഹൈനസ് വേഴ്സസ് ഹാർവുഡ് ആണ്. ഹാർവുഡ്. ആ അതിന്റെ പേരെന്തായിരുന്നു? ഹാർവുഡ്. ഓക്കെ. ഞാൻ ആ കേസ് കാണിച്ചു തരാം. ടോർട്ടിന്റെ മൊഡ്യൂൾ 2 എടുത്താല് പേജ് നമ്പർ 1, 2, 3, 4, 5 ഞാൻ പറഞ്ഞില്ലേ, 5 അല്ല 6 ആണ്. 6 റെസ്ക്യൂ കേസസ്. അതിന്റെ താഴെ ഹൈനസ് വേഴ്സസ് ഹാർവുഡ് എന്ന് പറഞ്ഞ ഈ കേസ്. ഈ കേസാണ് ചോദിച്ചത്, ഹൈനസ് വേഴ്സസ് ഹാർവുഡ് എന്ന് പറഞ്ഞ കേസ്. അപ്പോ അത് നിങ്ങൾക്ക് നന്നായിട്ട് എഴുതാൻ പറ്റുമല്ലോ. ആ ഒരു ക്വസ്റ്റ്യൻ വന്നാല് എഴുതി നിങ്ങൾക്ക് അത്യാവശ്യം ഒരു 7 മാർക്ക്. ഞാൻ ചുരുങ്ങിയതാ കിട്ടുന്നത്. നിങ്ങൾ അത്ര അടിപൊളിയായിട്ട് എഴുതിയപ്പോൾ നിങ്ങൾക്ക് ഒരു 7 മാർക്ക് കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങൾക്ക് ടോട്ടൽ എത്ര മാർക്കായി? 27 മാർക്കായി. ഇനി പാസ്സാവാൻ എത്ര മതി? എസ് എ ക്വസ്റ്റ്യൻ എഴുതിയിട്ടില്ല, പ്രോബ്ലം എഴുതിയിട്ടില്ല, മതി. പക്ഷേ ഇത്രയും പ്രതീക്ഷ, ഇത്രയും ഞാൻ പറയുന്നത്, ഇത്ര ഹോപ്പ് ഇത്ര അധികം വെക്കരുത്. ഇത് അത്യാവശ്യം നന്നായിട്ട് ഇത്രയും എക്സ്ട്രാ ആയിട്ട് എഴുതിയാലാണ്. ഇനി ഇതിന്റെ അകത്ത് ഇനി ഞാൻ ഇത് പറഞ്ഞതിന് ശേഷം ലാസ്റ്റിന് കുറച്ചും കൂടി പറയും. ഇതിന് നേരെ ഓപ്പോസിറ്റ് വേർഷനും കൂടി പറയും. അത് നിങ്ങൾ കേൾക്കണം. ഇപ്പൊ ഞാൻ അത്യാവശ്യം നല്ല രീതിക്ക് കറക്റ്റ് ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, കറക്റ്റ് നോട്ട് നോക്കി പഠിച്ചിട്ടുള്ള കുട്ടികളുടെ കാര്യമാണ്. ഇനി വേറൊരു സിനാരിയും കൂടി ഞാൻ പറയും, ലാസ്റ്റ് പറയാം. ഇനി 3 മാർക്ക് മതി പാസ്സാവാൻ. അടുത്തത്, എ കൺസ്ട്രക്ഷൻ കമ്പനി ഫെയിൽസ് ടു പ്രോപ്പർലി സെക്യൂർ എ കൺസ്ട്രക്ഷൻ സൈറ്റ് ലീഡിംഗ് ടു എ പീസ് ഓഫ് എക്യുപ്മെന്റ് ഫോളിംഗ് ആൻഡ് ഇഞ്ചുറിംഗ് എ പാസർ ബൈ. എക്സാമിൻ ദി പൊട്ടൻഷ്യൽ ലയബിലിറ്റി ഓഫ് എ കൺസ്ട്രക്ഷൻ കമ്പനി ഫോർ നെഗ്ലിജൻസ്. അത് ഏത് കേസാണ്? അത് ഏത് ടോപ്പിക്കിന്റെ അണ്ടറിൽ വരുന്നതാണ്? സാർ ആ ക്വസ്റ്റ്യൻ പേപ്പർ കുറച്ചുകൂടി മുകളിലിട്ടേക്കാം, കാണാൻ പറ്റുന്നില്ല. ഒരു സെക്കൻഡ്, ഞാൻ ഇപ്പൊ മുകളിലാക്കാം. നെഗ്ലിജൻസ് ആണോ? അത് ഏത് ടോപ്പിക്കിന്റെ അണ്ടറിൽ വരുന്നതാണ്? നെഗ്ലിജൻസ് അല്ലേ? വൈക്കാരിയസ് ലയബിലിറ്റി ഏതാ? നെഗ്ലിജൻസ് ഓക്കെയാണ്, വൈക്കാരിയസ് ലയബിലിറ്റി അല്ല. സാർ ഇത് ആ വോളണ്ടറി നോട്ട് ഫിറ്റ് ഇഞ്ചുറി തന്നെ വരത്തില്ല? അതുമല്ല. കേൾക്കൂ, ഒരു കൺസ്ട്രക്ഷൻ കമ്പനി ഒരു കൺസ്ട്രക്ഷൻ പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്തില്ല, സെക്യൂർ ചെയ്യുന്നതിന്റെ അകത്ത് ഒരു ഫെയില് വന്നു. അപ്പോ അത് മൂലം എന്ത് പറ്റി? ഒരു പീസ് ഓഫ് അതിൽ നിന്നൊരു പീസ് എന്ത് ചെയ്തു, അതിലെ പാസ് ചെയ്യുന്ന ഒരാളുടെ ദേഹത്തോട്ട് വീണു. അപ്പൊ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ലയബിലിറ്റി ആണ് ചോദിക്കുന്നത്. ഇൻഡിപെൻഡന്റ് കോൺട്രാക്ടർ ആണെങ്കിൽ അല്ല, ട്രസ്പാസ് വരുമോ? അത് ഇതല്ലോ, ട്രസ്പാസ് അല്ലല്ലോ. ഇന്നെവിറ്റബിൾ ആക്സിഡന്റിൽ വരുമോ? ഇത് നെഗ്ലിജൻസ് ആണിത്. അറിയത്തില്ല. നെഗ്ലിജൻസ് ആണിത്. കാരണം ഒരു കൺസ്ട്രക്ഷൻ കമ്പനി, നമ്മൾ ഒക്യുപ്പേഴ്സ് ലയബിലിറ്റി എന്നൊക്കെ പറഞ്ഞൊരു ടോപ്പിക് പഠിച്ചു പോയിട്ടുണ്ട് 4th മൊഡ്യൂളിൽ. അത് ഒരു ഓണർ ലയബിൾ ആകും എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ്. അതായത് ഒരു ഭൂമി, ആ ഭൂമിയുടെ ഉടമസ്ഥൻ ആ ഭൂമിയിൽ വരുന്ന ആളുകൾക്ക് എന്തെങ്കിലും അപകടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഭൂമി പണിത ആള് അല്ലെങ്കിൽ ആ ഭൂമിയുടെ ഓണർ ആയിട്ടുള്ള ആൾക്ക് ലയബിലിറ്റി കിട്ടും. അവിടെ നമ്മളൊരു കേസ് പഠിച്ചിട്ടുണ്ട്. ഇതുപോലെ ഒരാൾ വന്നപ്പോ ഡ്യൂട്ടി ഓഫ് കെയറിന്റെ വയലേഷൻ ആണ്. അതെ, നെഗ്ലിജൻസിൽ നമ്മൾ 4 എലമെന്റ്സ് പഠിച്ചിട്ടുണ്ട്. 4 എലമെന്റ്സ് ഡോണഗ്വേ സ്റ്റീവൻസന്റെ കേസാണോ? അതല്ല, അത് ജിഞ്ചർ ബിയർ കേസാണ്. അത് നെഗ്ലിജൻസി വരുന്നതല്ലേ? അത് നെഗ്ലിജൻസി വരുന്നതാണ്. പക്ഷെ ജിഞ്ചർ ബിയറിന്റെ ഫാക്ട് ആണ് അവിടെ നടക്കുന്നത്, വേറെ ഫാക്ട്. ഇത് മറ്റൊരു ഫാക്ട് ആണ്. ഈ കൺസ്ട്രക്ഷൻ കമ്പനി എന്ത് പറ്റി? അവര് പ്രോപ്പർ ആയിട്ട് ചെയ്യണമായിരുന്നു, അവർക്ക് ആ ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അവരതിൽ ഫെയിലിയർ വരുത്തിയപ്പോൾ എന്ത് പറ്റി? അത് ഫെയിലിയർ വരുത്തിയത് കൊണ്ടാണ് ഈ പീസ് ഓഫ് എവിഡൻസ് ഇയാളുടെ തലയിൽ വീണത്.
ഓക്കെ, മാത്രമല്ല ഇത് റെസിപ്സ ലുക്വിറ്ററും കൂടി ഇവിടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. റെസിപ്സ ലുക്വിറ്റർ എന്ന് പറഞ്ഞ ഒരു ഡോക്ടറിനും കൂടി നിങ്ങൾ പഠിച്ചിട്ടില്ലേ? അതായത് തിങ്സ് സ്പീക്ക് ഫോർ ഇറ്റ്സെൽഫ്. അതായത് ഈ സിറ്റുവേഷൻ തന്നെ കോടതിയിൽ പറഞ്ഞാൽ മതി. അതായത് ഞാൻ അവിടെ നടന്നു പോയപ്പോ എന്റെ തലയിലോട്ട് വീണു, അല്ലാതെ അദ്ദേഹത്തിന് എന്നോട് ഡ്യൂട്ടി ഓഫ് കെയർ ഉണ്ടായിരുന്നു, ഇതുണ്ടായിരുന്നു, ഡാമേജ് വരുത്തിയൊന്നും തെളിയിക്കണ്ട. തിങ് സ്പീക്ക് ഫോർ ഇറ്റ് സെൽഫ്. കൺസ്ട്രക്ഷൻ കമ്പനി എന്നുള്ളത് അവർക്ക് പ്രോപ്പർ ആയിട്ട് റെസിപ്സ ലുക്വിറ്റർ. അപ്പൊ ആ മാക്സിമം നെഗ്ലിജൻസും കൂടി അപ്ലൈ ചെയ്ത് എഴുതേണ്ട കേസാണ്. അപ്പൊ നിങ്ങൾ അവിടെയും അവിടെ കേസിലൊക്കെ ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട്, അവിടെയും നിങ്ങൾ ഒരു 7 മാർക്ക് വാങ്ങിയെന്ന് വിചാരിച്ചു. 7 പോട്ടെ, കുറച്ചൊക്കെ അതിൽ എന്തൊക്കെ ആഡ് ചെയ്യണമെന്ന് പറഞ്ഞേ? നെഗ്ലിജൻസ് ആഡ് ചെയ്യണം, റെസിപ്സ ലുക്വിറ്റർ ആഡ് ചെയ്യണം. കേസ് ലോസ് ഏതൊക്കെ എഴുതുന്നത് ഇപ്പം? അവിടെ കേസ് ലോ അതിന്റെ അകത്ത് നിങ്ങൾ നോക്കണം, നോട്ടിന്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. ഇഷ്ടംപോലെ കേസ് നെഗ്ലിജൻസിന്റെ കൊടുത്തിട്ടുണ്ട്. ഇതിന് സിമിലർ ആയിട്ടുള്ള കേസ് ഉണ്ട് അതിന്റെ അകത്ത്, അത് എഴുതിയാൽ മതി. ഓക്കെ, ഇതിപ്പോ ചെറിയൊരു സംശയം കാര്യങ്ങളൊക്കെ വന്നിരുന്നു. അപ്പൊ പോട്ടെ, 1 മാർക്കും കൂടി കുറഞ്ഞു, നിങ്ങൾക്ക് 6 കിട്ടിയോളൂ. സാറേ വേറൊരു കാര്യം, ഇപ്പൊ നെഗ്ലിജൻസിന്റെ ഒരു ഫേമസ് കേസ് ആണല്ലോ ജിഞ്ചർ ബിയർ കേസ്. ഇപ്പൊ നമുക്ക് ഫോർ സപ്പോസ് നമുക്ക് അതിന്റെ അറിയത്തില്ല, ഇതിനെ റിലേറ്റ് ചെയ്തൊരു കേസിലോ നമുക്ക് അറിയില്ല, നമുക്ക് അറിയാവുന്നത് ആ ജിഞ്ചർ ബിയർ കേസാണ്. അത് ഇതിനകത്ത് എഴുതാൻ പറ്റുമോ? സിമിലർ കേസ് എന്ന് കൊടുത്ത് എഴുതരുത്. കാരണം സിമിലർ കേസ് എന്ന് പറയുമ്പോൾ ഇതേ ഫാക്ട് ഉണ്ടായിട്ടുള്ള കേസ് എന്നാണ് സിമിലർ കേസിന്റെ അർത്ഥം. ജിഞ്ചർ ബിയറിന്റെ അകത്തുള്ള ഫാക്ട് വേറെയാണ്, നമുക്കറിയാലോ. കാരണം ജിഞ്ചർ ബിയറിന്റെ അകത്ത് ഒരു ഇത് വീണ സംഭവമല്ലേ, ഇതല്ലല്ലോ. അതെ, വേണമെങ്കിൽ നെഗ്ലിജൻസ് അപ്ലൈ ചെയ്യാൻ വേണ്ടി ആ കോടതി എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു മാനുഫാക്ചറിംഗ് കമ്പനിയെ ലയബിൾ ആക്കിയിട്ടുണ്ട്. അതേ പ്രിൻസിപ്പിൾ ഇവിടെ അപ്ലൈ ആകും. ഇത് കൺസ്ട്രക്ട് ചെയ്ത കമ്പനി ഇതിന് ലയബിൾ ആകും എന്നുള്ള രീതിയിൽ അങ്ങനെ ആഡ് ചെയ്യാതെ സിമിലർ കേസ് ആയിട്ട് കൊടുക്കരുത് ഒരിക്കലും. അത് അതിന്റെ നിങ്ങൾക്ക് അറിയാവുന്ന കറക്റ്റ് സിമിലർ കേസ് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. 3 എണ്ണം എഴുതിയാലോ 33 മാർക്കായി, പാസ്സായി. പക്ഷെ ആരും ഇറങ്ങി പോകരുത്, ഇത്രയും കിട്ടില്ല. ഇനി അടുത്ത കേസ്, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് അറിയാതെ പോയി എന്ന് വിചാരിക്കാം. അപ്പൊ അടുത്ത കേസ് എക്സ് എന്ന് പറഞ്ഞ വ്യക്തി, ഇത് ഞാൻ പറഞ്ഞു ഞാനൊരു കാര്യം ഞാൻ പറയാ, ഇത് ഞാൻ പറഞ്ഞു തീരുന്നതിന് മുമ്പ് നിങ്ങൾ ഉത്തരം പറയൂത്, എനിക്ക് അത്ര ഉറപ്പാണ്. ക്ലാസ് നന്നായിട്ട് കേട്ടിരുന്ന ഒരാള് ഞാൻ ഈ കേസ് വായിച്ചു തീരുന്നതിന് മുമ്പ് ഇപ്പൊ തന്നെ ഉത്തരം പറയും. എക്സ് എന്ന് പറഞ്ഞ വ്യക്തി ഒരു കൂട്ടം ലെറ്റർ തന്റെ ഭാര്യയ്ക്ക് അയച്ചു, തന്റെ ഭാര്യയുടെ അച്ഛനെ കുറ്റപ്പെടുത്തിക്കൊണ്ട്. ഭാര്യയുടെ അച്ഛൻ എന്ത് ചെയ്തു? ഈ ലെറ്റർ എന്ത് ഡിഫമേഷൻ എന്ന് പറയണം, എന്ത് ഡിഫമേഷൻ? ഭാര്യ ഈ ലെറ്റർ ഹസ്ബൻഡ് വൈഫിന്റെ ഇടയിലുള്ള ഡിഫമേഷൻ നമ്മൾ കേസ് പഠിച്ചിട്ടുണ്ട്. ആ കേസിന്റെ പേരെന്തായിരുന്നു? ഞാൻ പ്രത്യേകം പഠിപ്പിച്ചാണ് ക്ലാസ്സിൽ ഈ കേസ്. മലയാളി നെയിമാണ്. പൊന്നൻ വേഴ്സസ് പൊന്നൻ എന്നാണ് ഒരാളുടെ പേര്. MC വർഗീസ് വേഴ്സസ് KT പൊന്നൻ. TJ പൊന്നൻ. യെസ്. MC വർഗീസ് വേഴ്സസ് TJ പൊന്നൻ. ആ കേസാണ്. ഹൈക്കോടതി പറഞ്ഞത് ഹൈക്കോടതി എന്താ പറഞ്ഞത്? ഹസ്ബൻഡ് ആൻഡ് വൈഫിന്റെ ഇടയിൽ നടക്കുന്ന കമ്മ്യൂണിക്കേഷൻ ഡിഫമേഷൻ അല്ല, ഈവൻ ദോ മൂന്നാമതൊരു എറിഞ്ഞാലും കുഴപ്പമില്ല. പക്ഷേ സുപ്രീം കോടതി വന്നപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു ഹസ്ബൻഡ് ആൻഡ് വൈഫിന്റെ ഇടയിൽ നടക്കുന്ന കമ്മ്യൂണിക്കേഷൻ ഡിഫമേഷൻ ഒന്നും അല്ല, ശരിയൊക്കെ തന്നെ. പക്ഷെ ഇത് ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യയുടെ അമ്മായിയച്ഛൻ, ഭാര്യയുടെ അച്ഛൻ ഇത് അറിഞ്ഞു. അപ്പൊ ഈ മൂന്നാമതൊരാൾ, ഈ അച്ഛൻ എന്ന വ്യക്തിയിലോട്ട് ഈ കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെട്ടത് കൊണ്ട് ഈ സംഭവം ഡിഫമേഷൻ ആകും. അതുകൊണ്ട് ഇവിടെ നടന്ന ഡിഫമേഷൻ ആണെന്ന് കോടതി പറയുകയുണ്ടായി. അപ്പൊ ആ ഒരു കേസ് എഴുതണം, ആ ഒരു പ്രിൻസിപ്പിൾ എഴുതണം, ഡിഫമേഷനെ പറ്റി എഴുതണം. അതൊക്കെ നിങ്ങളവിടെ ലീഗൽ പ്രിൻസിപ്പിൾസിന്റെ അകത്ത് അപ്ലൈ ചെയ്യണം. അപ്പോൾ ഇതിനകത്താണെങ്കിൽ ഇത് പിന്നെ എന്താണ് ഫൈനൽ ഡിസിഷൻ? ഇത് നമ്മുടെ ക്ലാസ്സിൽ മിസ് പറഞ്ഞപ്പോൾ നമുക്കിത് ഇങ്ങനെ പറഞ്ഞത് ലയബിൾ ആവത്തില്ലെന്നാണ് പറഞ്ഞത്. അതായത് ഹൈക്കോടതിന്റെ ഓർഡർ അനുസരിച്ചിട്ടാണ് പറഞ്ഞത്. കാര്യം ഹസ്ബൻഡ് വൈഫ് ഒന്നായിട്ടാവുമ്പോൾ അവരിൽ ഒരാൾ തന്നെ ഫാദറിനോട് പറയുമ്പം അത് മൂന്നാമതൊരാളിലോട്ട് എത്തിയില്ല എന്നാണ് മിസ് പറയുന്നത്. സുപ്രീം കോടതി പോയി, സുപ്രീം കോടതി ഡിസിഷൻ മാറ്റിയത്. ഹൈക്കോടതിയുടെ ഡിസിഷൻ അങ്ങനെ ആയിരുന്നു, അത് അപ്പീൽ പോയിട്ട് സുപ്രീം കോടതി ആ ഡിസിഷൻ തിരുത്തുകയുണ്ടായി. സുപ്രീം കോടതി പറഞ്ഞ ഡിസിഷൻ ആണ്. അപ്പോൾ നമ്മൾ ഇത് രണ്ടും എഴുതണോ? ഹൈക്കോടതിയുടെ ഡിസിഷൻ ഇങ്ങനെയായിരുന്നു, അതിനുശേഷം അപ്പീൽ പോയി സുപ്രീം കോടതി ഡിസിഷൻ റിവേഴ്സ് ചെയ്തു എന്ന് എഴുതണം. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം, ഞാനിത് എക്സാം എഴുതിയപ്പോൾ ഞാൻ ആ ക്ലാസ്സിലും പറഞ്ഞതാണ്, ഞാൻ എഴുതിയപ്പോൾ ഞാൻ ഹൈക്കോടതിയുടെ ഡിസിഷൻ വരെ എഴുതിയുള്ളായിരുന്നു ഞാൻ എക്സാം എഴുതിയ സമയത്ത് ഈ ക്വസ്റ്റ്യനിൽ. പക്ഷെ സുപ്രീം കോടതി വരെ എഴുതണം, എങ്കിലും അത് ഫൈനൽ ആവും. ഇത് മെറ്റീരിയൽ എവിഡൻസ് ആയിട്ട് കണക്കാക്കുന്ന ആ ലെറ്റർ മാത്രമാണോ? ആ ലെറ്റർ തന്നെയാണ് എവിഡൻസ്. യെസ്. ഓറലി പറ്റില്ലല്ലോ? ഇല്ല, ഓറലി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എസ്റ്റാബ്ലിഷ് ചെയ്യണം, തെളിവുകൾ വേണം കോടതിയിൽ. സുപ്രീം കോർട്ട് പറഞ്ഞത് ഇത് ഡിഫമേഷൻ തന്നെയാണെന്നാണോ പറയുന്നത്? ഡിഫമേഷൻ ആണെന്ന് പറഞ്ഞു. ഒരു സെക്കൻഡ്, ഞാൻ ഒന്ന് സ്ലൈഡ് അപ്പുറത്തോട്ടൊന്ന് ചേഞ്ച് ചെയ്യട്ടെ.
ഓക്കെ, അടുത്ത സ്ലൈഡ് ആയോ? കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല, എംറ്റിയാണ്, ഒന്നും കാണുന്നില്ല. ശ്രീകുമാർ ഏട്ടാ 11, 12, 13. ആ കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഓക്കെ ഓക്കെ ഓക്കെ. കാണാൻ പറ്റാത്തവരെ ഇതിന് ശേഷം ഞാൻ ഇത് അപ്ലോഡ് ചെയ്യും. നിങ്ങൾ ഒന്നുകൂടെ യൂട്യൂബിൽ നോക്കിയാൽ മതി, അതിൽ കറക്റ്റ് കാണാൻ പറ്റും. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ ദ ടേം ടോർട്ട്? What are its essential elements? Explain the nature, scope, and essentials of vicarious liability in tort. How is the vicarious liability of a master different from a principal? That of a principal. To what extent the state is vicariously liable for torts committed by servants? എന്തോരം എഴുതാനുണ്ടത്? ഇഷ്ടംപോലെ കേസ് എഴുതാൻ പറ്റും, ഇഷ്ടംപോലെ പ്രിൻസിപ്പൾസ് എഴുതാൻ പറ്റും. ടോർട്ട് എഴുതണം, ടോർട്ടിന്റെ എസെൻഷ്യൽ എലമെന്റ്സ് 3 പഠിച്ചു, അത് എഴുതണം. ഇഞ്ചൂറിയ സൈനി ഡാമിനും എഴുതണം, ഡാമിനം സൈനി ഇഞ്ചൂറി എഴുതണം, എസ്ബിയുടെ കേസ് എഴുതണം, ഭീംസിംഗിന്റെ കേസ് എഴുതണം, മൊഗൽ സ്ട്രീം ഷിപ്പിന്റെ കേസ് എഴുതണം, ഗ്ലോസസ്റ്റർ ഗ്രാമർ സ്കൂളിന്റെ കേസ് എഴുതണം. അത്ര എഴുതുമ്പോൾ ഒരു പാർട്ടായിട്ടുള്ളൂ. പിന്നെ വൈക്കാരിയസ് ലയബിലിറ്റി എഴുതണം, അതിന്റെ 2 മാക്സിംസ് എഴുതണം. പിന്നെ 3 രീതിയിലുള്ള റിലേഷൻഷിപ്പിനെ പറ്റി എഴുതണം. മാസ്റ്റർ സർവന്റ് തമ്മിലുള്ള റിലേഷൻ, പ്രിൻസിപ്പൽ ഏജന്റ് തമ്മിലുള്ള റിലേഷൻ, പാർട്ട്നേഴ്സ് തമ്മിലുള്ള റിലേഷൻ, അത് എഴുതണം. പിന്നെ വൈക്കാരിയസ് ലയബിലിറ്റി ഓഫ് സ്റ്റേറ്റ് എന്താണെന്ന് എഴുതണം. അതിന്റെ കേസ് ലോസ് എഴുതണം. കാളിയപെരുമാളുടെ കേസും കാര്യങ്ങളൊക്കെ, കാളിയപെരുമാളുടെ കേസല്ല, കേസിന്റെ പേരെന്തായിരുന്നു? സോവറിൻ ലയബിലിറ്റിയുടെ, സോവറിൻ ഫംഗ്ഷന്റെ ഒരു കേസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് നമ്മൾ പഠിച്ചിട്ടില്ലേ? നോട്ടിന്റെ അകത്ത് ഉണ്ട്, അത് മൊഡ്യൂൾ നമ്പർ 2. കസ്തൂരിലാൽ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് UP. ആ കേസ് എഴുതണം. ഇഷ്ടംപോലെ കേസ്, ഒരു അറ്റ്ലീസ്റ്റ് ഒരു 5 or 6 കേസെങ്കിലും നിങ്ങൾ ചുരുങ്ങിയത്, ഇവിടെ 6 10 മേളിൽ കേസ് നോട്ടിന്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. ഇഷ്ടംപോലെ കേസ് കൊടുത്തിട്ടുണ്ട് 2 ടോപ്പിക്കിനും കൂടെ. ചുരുങ്ങിയത് ഒരു 6-7 കേസെങ്കിലും എഴുതണം. അത്രയും കേസ് എഴുതിയാൽ മനോഹരമായ പേപ്പർ ആകും അത്. ഒരു 8 പേജ് 9 പേജൊക്കെ നിങ്ങൾക്ക് എഴുതാൻ പറ്റിയാൽ അടിപൊളിയാണ് ആ പേപ്പർ. 9 മാർക്കിന് മേളിൽ എങ്ങനെ വന്നാലും കിട്ടും. ഒരു 10 കിട്ടുമായിരിക്കണം, 10 മാക്സിമം പോയാൽ 12 മാർക്കൊക്കെ കിട്ടും എസ്സേക്ക്. അത്ര അടിപൊളി പേപ്പർ ആണെങ്കിൽ അപ്പത്തേക്കിന് റാങ്ക് ആയി. ഇപ്പൊ നമ്മള് 33 ഒരു 7, നമ്മൾ എത്ര കൂട്ടിയായിരുന്നു? 13, 17, 20, 27, 34. 34 10 കൂടി വന്നു കഴിഞ്ഞാൽ 44 സമയമാണ് പ്രശ്നം. ഇനി കുറെ പ്രശ്നങ്ങൾ, ഇനി വെല്ലുവിളികളുണ്ട്. അത് ഞാനിപ്പോ ഇതിന് ശേഷം ഞാൻ പറയും. ഇനി ഇത് ഏറ്റവും മാക്സിമം ഞാൻ പറയുന്നത്, ഇനി ഇതിന്റെ മിനിമം കൂടി പറയും. അടുത്തത് ടോർട്ട് റിമോട്ട്നെസ് ഓഫ് ഡാമേജിന്റെ ടോപ്പിക്കാണ്. വാഗൺ മൗണ്ട് കേസിന്റെ അതും പ്രിൻസിപ്പൾസും. ഒരിക്കലും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, റിമോട്ട്നെസ് ഓഫ് ഡാമേജ് ചോദിച്ചാൽ അത് മാത്രം എഴുതരുത്. അതൊരു കോൺസെപ്റ്റിന്റെ വാല് മാത്രമാണ്, അതിന്റെ തല ഉണ്ട്. അതായത് റിമോട്ട്നെസ് ഓഫ് ഡാമേജ് ചോദിച്ചാൽ നോവസ് ആക്ടസ് ഇന്റർവീനിയൻസും കൂടി എഴുതണം, അതിന്റെ കേസ് എഴുതണം, അതിന്റെ എക്സെപ്ഷനും എഴുതണം, റിമോട്ട്നെസ് ഓഫ് ഡാമേജ് എന്ന് പറഞ്ഞ ടോപ്പിക് എഴുതണം, അതിന്റെ കേസ് എഴുതണം, പ്രിൻസിപ്പൾസ് എഴുതണം, എസെൻഷ്യൽസ് എഴുതണം. 2 ടെസ്റ്റ് നമ്മളവിടെ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് ടെസ്റ്റിന്റെ പേര്? ഡയറക്ട്നെസ് ടെസ്റ്റും ഫോർസിബിലിറ്റി ടെസ്റ്റും. റീസണബിൾ ഫോർസൈറ്റ് എന്ന് പറഞ്ഞ ഫോർസിബിലിറ്റി ടെസ്റ്റ്. അങ്ങനെ 2 ടെസ്റ്റ് ഉണ്ട്, അതിനെ പറ്റിയും എഴുതണം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് എഴുതി കഴിഞ്ഞാൽ അവിടെ എത്ര മാർക്കായി? അവിടെയും ഒരു 8-9 മാർക്ക് കിട്ടിയെന്ന് വിചാരിച്ചു. അപ്പൊ നിങ്ങൾക്ക് 50+ ആയി, റാങ്ക് ആണ്. അടുത്ത തവണ എനിക്ക് പരസ്യം ഒട്ടിക്കുമ്പോൾ ആബിനിഷ്യോയില് ഫസ്റ്റ് സെമി പഠിച്ച കുട്ടികൾ എന്ന് പറഞ്ഞ പരസ്യം ഒട്ടിച്ചിട്ട് എനിക്ക് നിങ്ങളുടെ എല്ലാവരുടെ റാങ്ക് എന്ന് പറഞ്ഞ് എനിക്ക് പരസ്യം ഒട്ടിക്കാൻ പറ്റണം. അത്രയും കോൺഫിഡന്റിലാണ് ഞാൻ. അത് നിങ്ങളെ ഇതാക്കാൻ പറയണല്ല, നിങ്ങൾ നിങ്ങളുടെ മാക്സിമം എഫോർട്ട് എടുത്തിട്ടുണ്ടെന്ന് അറിയാം. എന്നിരുന്നാലും കിട്ടിയില്ലെങ്കിൽ പോട്ടേട്ടാ, നിങ്ങളെ പേടിപ്പിക്കണയൊന്നും അല്ല. കിട്ടിയില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, പക്ഷെ നമുക്ക് നല്ല മാർക്കോട് കൂടി പാസ്സാവണം. കാരണം ഇപ്പൊ ഇത്രയും സ്റ്റാർട്ടിങ് എന്തെഴുതണം പറഞ്ഞ എല്ലാ ടോപ്പിക്കിന്റെ എസ്സേയിൽ ആദ്യം ടോർട്ടിനെ പറ്റി എഴുതണം. ടോർട്ട് എലമെന്റ്സ് എഴുതിയിട്ട് ഒരാൾക്ക് ലയബിലിറ്റി ഉണ്ടാകുന്ന മാറ്റർ ആണ് റിമോട്ട്നെസ് ഓഫ് ഡാമേജിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ നോട്ടിൽ തന്നെ ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ ഒരാൾ ചെയ്യുന്ന ആക്ടിന്റെ ഡയറക്റ്റ് കോൺസിക്വൻസസിന് മാത്രമേ അയാൾ ലയബിൾ ആകുമോ, അല്ലെങ്കിൽ ഫോർസീൻ ആയിട്ട് ഉണ്ടാകുന്ന കോൺസിക്വൻസസിന് ലയബിൾ ആകുമോ? അതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ അതിനെ ആൻസർ ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് റിമോട്ട്നെസ് ഓഫ് ഡാമേജ് എന്ന് പറഞ്ഞ ടോപ്പിക്. അത് എസ്റ്റാബ്ലിഷ് ചെയ്തത് വാഗൺ മൗണ്ട് എന്ന് പറഞ്ഞ കേസിലൂടെയാണ്. വാഗൺ മൗണ്ട് കേസിൽ ഈ ടെസ്റ്റ് ഓഫ് ഡയറക്ട്നെസ് മാറ്റിയ കേസല്ലേ? ഡയറക്ട്നെസ് ഉണ്ട് എന്ന് പറഞ്ഞ കേസാണ്. ഡയറക്ട്നെസ് ഉണ്ട്, പക്ഷെ അത് ഫൈനലി അതിന്റെ ഇത് വന്നു കഴിയുമ്പം ഇത് വരുന്നത് ടെസ്റ്റ് ഓഫ് റീസണബിൾ ഫോർസൈറ്റ് തന്നെയല്ലേ അതിനകത്ത് വരുന്നത്? അതെ, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടായാൽ മതി. 2 ടെസ്റ്റ് ഉണ്ട്, രണ്ടാലൊരു ടെസ്റ്റിന്റെ ഒന്നുകിൽ അത് ഡയറക്റ്റ് കോൺസിക്വൻസ് ആയിരിക്കണം, അല്ലെങ്കിൽ ഫോർസിബിൾ കോൺസിക്വൻസസ് ആയിരിക്കണം. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ആയാൽ മതി. ഏതെങ്കിലും ഒരെണ്ണമാണ് കോൺസിക്വൻസസ്. ഏതെങ്കിലും ഒരെണ്ണത്തിൽ സാറ്റിസ്ഫൈഡ് ആണെന്നുണ്ടെങ്കിൽ ലയബിൾ ആണ്. ഓക്കെ, ഇനി അടുത്തൊരു ടോപ്പിക് നോക്കിക്കേ.
ഇനി അത് നിങ്ങൾക്ക് കിട്ടിയില്ല, അടുത്ത ടോപ്പിക് നോക്കിക്കോ. ഇത് നിങ്ങൾ ചറ പറ എഴുതും. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു റിമോട്ട്നെസ് ഓഫ് ഡാമേജിനേക്കാൾ കൂടുതൽ നിങ്ങൾ താഴ്ത്തത്തായിരിക്കും എഴുതുന്നത്. കൺസ്യൂമർ റൈറ്റ്സ് ആർ നത്തിങ് ബട്ട് ദി ഡിമാൻഡ് ഫോർ ഹ്യൂമൻ റൈറ്റ്സ്. ഇലാഡിക്കേറ്റ് ദി സ്റ്റേറ്റ്മെന്റ് സൈറ്റിംഗ് അതോറിറ്റീസ്. കൺസ്യൂമറിന്റെ കൗൺസിൽസിനെ പറ്റിയാണ് ആദ്യം തന്നെ ചോദിക്കുന്നത്. വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ് കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റിഡ്രസൽ ഏജൻസി? റിഡ്രസൽ ഏജൻസിയുടെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? റിഡ്രസൽ ഏജൻസി ഏതൊക്കെയാണെന്ന്. ഏതൊക്കെ ഏജൻസീസ് ഉണ്ട് കൺസ്യൂമർ റിഡ്രസൽ ഫോറത്തിന് വേണ്ടി? ഡിസ്ട്രിക്ട് കോർട്ട്, സ്റ്റേറ്റ് കമ്മീഷൻ ഉണ്ട്, നാഷണൽ കമ്മീഷൻ ഉണ്ട്. എക്സ്പ്ലെയിൻ ദി നേച്ചർ ഓഫ് കംപ്ലൈന്റ് ടു ബി ഫൈൽഡ്, ഫീസ് ടു ബി പെയ്ഡ് ആൻഡ് റോൾ ഓഫ് എ ലോയർ അണ്ടർ ദി കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം എങ്ങനെ വേണം ഫയൽ ചെയ്യാൻ അത്. അപ്പൊ ഇത് നിങ്ങൾ ചോദിക്കുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിന്റെ ഇൻട്രൊഡക്ഷൻ മുതൽ എഴുതണം. അതിൽ കംപ്ലൈന്റ് എന്ന വാക്കിന്റെ ഡെഫിനിഷൻ കൊടുക്കണം. കൺസ്യൂമർ എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിലുള്ള കൺസ്യൂമർ ഉണ്ട്. കൺസ്യൂമർ ഓഫ് ഗുഡ്സ് ഉണ്ട്, കൺസ്യൂമർ ഓഫ് സർവീസ് ഉണ്ട്. അതെ, അതോറിറ്റിയെ പറ്റി എഴുതണം. അങ്ങനെ ഓരോന്ന് എഴുതിയിട്ട് അത് ഇൻട്രൊഡക്ഷൻസ് ഒക്കെ അത് മെൻഷൻ ചെയ്തിട്ട് കൗൺസിലിനെ പറ്റി നന്നായിട്ട് എഴുതണം, റിഡ്രസൽ ഏജൻസിനെ പറ്റി എഴുതണം, ജുറിസ്ട്രിക്ഷനെ പറ്റി എഴുതണം, 2019 വന്ന ചേഞ്ചിനെ പറ്റി എഴുതണം. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നന്നായിട്ട് ഇവിടെ മെൻഷൻ ആക്കാൻ സാധിച്ചാൽ അത്യാവശ്യം നല്ല മാർക്ക് നിങ്ങൾക്ക് ഇതിൽ നിന്ന് സ്കോർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇപ്പൊ ഒരു കാര്യം, ഇപ്പോ നമ്മളിപ്പോ ടോർട്ടിന്റെ പഴയതിൽ നിന്ന് 2019 അത് എഴുതണോ? ആ ഒരു ഡിഫറൻസ് ഞാൻ അതില് കൂടുതലും ജുറിസ്ട്രിക്ഷനിലാണ് ആ ഒരു ഡിഫറൻസ് വന്നിട്ടുള്ളത്. ആ ഒരു കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്യണം. അപ്പൊ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ എഴുതുമ്പോൾ നിങ്ങൾക്ക് നമ്മൾ മാക്സിമം കൂട്ടിയത് ഒരു 45 എത്ര മാർക്ക് കിട്ടിയായിരുന്നു? 46, 47 മാർക്കിലോട്ടൊക്കെ ആയി. അപ്പൊ 25 മറ്റേതും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റാങ്ക് ആയി. ഇനി ഇത് കുറച്ച് പറയാം. ഓക്കെ, ഇനി ഇതെല്ലാം നമ്മളെ നോട്ടിൽ ഉള്ളതാണ്, ഇതെല്ലാം ക്ലാസ്സിൽ പഠിപ്പിച്ചതാണ്. ഏതെങ്കിലും നമ്മൾ പഠിപ്പിക്കാതെ പോയ ഏതെങ്കിലും ടോപ്പിക്, ഏതെങ്കിലും ക്വസ്റ്റ്യൻ വന്നോ? ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ പഠിപ്പിച്ചില്ല അല്ലെങ്കിൽ അത് നമ്മുടെ നോട്ടിലില്ല എന്ന് തോന്നിയോ? ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ക്ലാസ്സിൽ ഉണ്ടായിരുന്ന ആരെങ്കിലും പറയൂ. പഠിപ്പിക്കാതെ പോയ ഏതെങ്കിലും ടോപ്പിക് വന്നിട്ടുണ്ടോ ഇതിന്റെ അകത്ത്? ഇല്ല. നിങ്ങൾ പഠിച്ചു പോയതും നിങ്ങൾ കൃത്യമായി കേട്ടത്. ഇപ്പൊ റെഗുലർ ബാച്ചും ഉണ്ട്, ഇതിനകത്ത് ക്രാഷ് ബാച്ചും ഉണ്ട്. ഇനി ക്രാഷ് ബാച്ചിൽ ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ ടോപ്പിക് നമ്മൾ ചെറുതായിട്ടൊക്കെ ഏതെങ്കിലും ചെറിയ ടോപ്പിക്ക് വിട്ട് കളയും. അത് വായിക്കാനും പറയുന്നത്. അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ടോപ്പിക്ക്, പക്ഷേ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങനത്തെ ഒരു ടോപ്പിക്കും വന്നല്ലോ. ഇതെല്ലാം നമ്മൾ എടുത്തതാണ്. അപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇപ്പൊ എന്തായി, നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഹാപ്പി ആയി. ചിലപ്പോൾ ഇതേ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു 5-6 ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഈ വർഷം വന്നേക്കാം. അങ്ങനെ വന്നാൽ നിങ്ങളുടെ ലക്കാണ്. അപ്പൊ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡിസ്കഷൻസ് ഉണ്ടാകും. അത് ട്യൂഷൻ ഓറിയന്റഡ് ആണ്. അത് ട്യൂഷൻ എടുത്ത ആളുകൾക്ക് നമ്മൾ കൊടുക്കുന്ന സെഷൻസ് ആണ്. ഇതിപ്പോ നമ്മൾ ജനറൽ ആയിട്ട് കൊടുക്കുന്ന ഒരു സെഷൻ ആണ്. ഇത് നമ്മൾ മുഴുവനായിട്ട് പഠിപ്പിച്ച് കഴിഞ്ഞു, മുഴുവനായിട്ട് ഡിസ്കസ് ചെയ്തു. കൃത്യമായി ക്ലാസ് കേട്ട ഒരാൾ, നമ്മൾ ടോർട്ടിന്റെ ഒരു സബ്ജക്ട് പഠിപ്പിച്ചത് ഏകദേശം 6 മുതൽ 7 മണിക്കൂർ ക്ലാസ് കൊണ്ടാണ്. ഇപ്പൊ രാവിലെ മുതൽ ആ റെക്കോർഡഡ് ക്ലാസ് കേൾക്കാനിരുന്നാൽ, ഇപ്പൊ ഇതുവരെയും പഠിക്കാത്തൊരു കുട്ടിയാണെങ്കിൽ നാളെ രാവിലെ പഠിക്കണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ നാളെ രാവിലെ ക്ലാസ് കേട്ട് തുടങ്ങിയാൽ ഉറപ്പായിട്ടും വൈകുന്നേരം വരെയും ഒരു 6 മണിക്കൂർ സ്പെൻഡ് ചെയ്താൽ തീർക്കാൻ പറ്റുന്നതേ ഉള്ളൂ ടോർട്ട്. അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും കൂടി നോക്കിയാൽ നന്നായിട്ട് നിങ്ങൾക്ക് മാർക്ക് വാങ്ങിച്ച് പാസ്സാകാം. അപ്പൊ 2 വശമുണ്ട്. ഇപ്പൊ ഇനി നമ്മൾ മാക്സിമം വെച്ചാ കൂട്ടിയത്. നിങ്ങൾക്ക് കേസൊന്നും എഴുതാൻ പറ്റിയില്ല, കൺസെപ്റ്റ് ഫുൾ അറിയാം. അപ്പൊ നിങ്ങൾക്ക് ഒരു 1.5 മാർക്ക് വെച്ച് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ നിങ്ങൾ സ്കോർ ചെയ്തെന്ന് വിചാരിക്കുക. 1.5 × 5 എത്ര മാർക്കായി? ഒരു 7.5 മാർക്കായി. പ്രോബ്ലം ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഡിസിഷൻസ് ഒക്കെ അറിയാം, കാര്യങ്ങളൊക്കെ അറിയാം, പക്ഷെ അത്ര അധികം എക്സ്പ്ലെയിൻ ചെയ്യാൻ നിങ്ങൾ മനോഹരമൊക്കെ എഴുതിയില്ല. അപ്പൊ ഒരു 5 മാർക്ക് വെച്ച് കിട്ടിയെന്ന് വിചാരിക്കുക ഒരു പ്രോബ്ലത്തിന്. അപ്പൊ 5, 5, 5, 15, നേരത്തെ 7.5, ടോട്ടൽ 22.5 മാർക്കായി. എസ് എ ക്വസ്റ്റ്യനിൽ 5 വെച്ച് കിട്ടിയോളും, 2 എസ് എ ക്വസ്റ്റ്യനും. അപ്പൊ നിങ്ങൾക്ക് എത്രയായി? അപ്പോഴും 32.5 മാർക്കായി. അപ്പോഴും നിങ്ങൾ പാസ്സായി. എസ് എ കോഴ്സിലേക്ക് 5 ഞാൻ കൂട്ടിയിട്ടുള്ളൂ കേട്ടോ. നല്ല വെടുപ്പിന് നോട്ടൊക്കെ നോക്കി കറക്റ്റ് പഠിക്കുന്ന കുട്ടിക്ക് 5 ഒന്നല്ല കിട്ടേണ്ടത്. അപ്പോ അപ്പോഴും നിങ്ങൾ പാസ്സായി. അപ്പൊ ഫെയിൽ ആകണം എന്നുണ്ടെങ്കിൽ അത്രത്തോളം നോക്കാതെ പോകുന്ന കുട്ടികൾ മാത്രമേ ഫെയിൽ ആവുള്ളൂ. പക്ഷെ ഇത് ആരും ഇതൊരു ഹോപ്പായിട്ട് എടുക്കരുത്. ഞാനെല്ലാം പഠിച്ചു കഴിഞ്ഞൊന്നും എടുക്കരുത്. എന്ത് ചെയ്യണം? നിങ്ങൾ മാക്സിമം റിപ്പീറ്റ് ചെയ്യണം. റെഗുലറിലുള്ള കുട്ടികൾ അവരുടെ 1-2 റിവിഷൻസ് ഇപ്പൊ കഴിഞ്ഞിട്ടുണ്ട്. ക്രാഷിലുള്ളവർക്ക് ഒരു തവണ പഠിപ്പിച്ചു കഴിഞ്ഞു. ഇനി റിവിഷൻസ് ഉണ്ട് അടുത്ത ദിവസങ്ങൾ. അപ്പോ ട്യൂഷൻ ഇല്ലാത്ത കുട്ടികളും ഉണ്ട് ഇതിനകത്ത്. അപ്പൊ നിങ്ങൾ ആരൊക്കെ തന്നെയാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു തവണ ഫുൾ ആയിട്ട് പഠിച്ചു കഴിഞ്ഞെങ്കിൽ ഒന്നുകൂടെ പഠിക്കുക. മാക്സിമം ടൈം റിപ്പീറ്റ് ചെയ്തതിന് ശേഷം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുക. അപ്പോഴായിരിക്കും നിങ്ങൾക്ക് ഓരോ ടോപ്പിക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും ഒരു ടോപ്പിക്ക് നിങ്ങൾ പഠിച്ചതുമായി ബന്ധമില്ലാതായിട്ടൊക്കെ തോന്നാം. അപ്പൊ എനിക്ക് മെസ്സേജ് അയച്ചു. അപ്പൊ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അതെങ്ങനെ എഴുതണം എന്നുള്ളത്. അങ്ങനെ കണ്ടുപിടിച്ച് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ? ഇത്തവണത്തെ എക്സാം ഫേസ് ചെയ്യാൻ. അപ്പൊ ഇത്തവണ എക്സാമിന്റെ അകത്ത് എങ്ങനെ വന്നാലും അത്യാവശ്യം നന്നായിട്ട് ഇത് കവർ ചെയ്ത കുട്ടി ഒരിക്കലും ഫെയിൽ ആകരുത്. ഒരു 36 മാർക്കെങ്കിലും ചുരുങ്ങിയത് വേണം.
ട്യൂഷനിലൊക്കെ പഠിക്കുമ്പോൾ ഒരിക്കലും ജസ്റ്റ് പാസ്സാവാൻ വേണ്ടിയല്ല നിങ്ങൾ പഠിക്കുന്നത്. നിങ്ങൾ പഠിക്കുന്നത് നല്ലൊരു മാർക്കോട് കൂടി പാസ്സാവാനാണ്. അപ്പോൾ നല്ലൊരു മാർക്ക് മിനിമം എല്ലാവരും ഉണ്ടാക്കിയെടുക്കുക. പറ്റുന്നവരും നല്ല നിലയിലോട്ട് റാങ്കിലോട്ട് എത്താൻ നോക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ സെഷനിൽ പറയാനുള്ളത്. ചോദിക്കൂ. പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞിട്ട് സാർ ഒരു സംഭവം പറഞ്ഞില്ലായിരുന്നോ? സാറ് വോയിസിൽ ഇട്ടതിൽ കേട്ടാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസ്. ഞാൻ ക്ലാസ് ഒന്നും എനിക്ക് കേറാൻ ഞാനൊരു കാര്യം ചെയ്യട്ടെ, പറ്റില്ല. അത് ഞാൻ ഈ റെക്കോർഡ് ഒന്ന് ഓഫ് ചെയ്യട്ടെ. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷന്റെ റെക്കോർഡാണിത്. ഞാൻ ഇതൊന്ന് ഓഫ് ചെയ്യട്ടെ, എന്നിട്ട് ഞാൻ ഇപ്പൊ വരാം. ഒറ്റ സെക്കൻഡ്.